أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. ഇവിടെ നമുക്കിടയിൽ ഒരു വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല എങ്കിലും ഈ ചർച്ചയുമായിട്ട് ബന്ധപ്പെടാത്ത ആളുകളും ഇത് CD-കളിലൂടെ വീക്ഷിക്കുന്ന ആളുകൾക്കും ഒരു രൂപം കിട്ടാൻ വേണ്ടി മാത്രമാണ് വിശദീകരണം. നമ്മളിവിടെ ഒരുമിച്ച് കൂടിയതിൻ്റെ ഉദ്ദേശം നാം എല്ലാവരും മനസ്സിലാക്കിയ പോലെ തന്നെ ഇരുവിഭാഗം പണ്ഡിതന്മാർക്കും പ്രവർത്തകർക്കും ഇടയിൽ ഇപ്പോഴുള്ള തർക്കവിഷയമായ ജിന്നുകളോടുള്ള സഹായത്തേട്ടം എന്ന വിഷയത്തിൽ പ്രമാണബദ്ധമായി ഒരു ചർച്ച നടത്തുകയും ഇരു പണ്ഡിതന്മാരെയും ഒന്നിച്ചിരുത്തി ഒരു ചർച്ച നടത്തുകയും അത് പ്രമാണബദ്ധമായി വിശദീകരിക്കുകയും അത് കേട്ട് സത്യം മനസ്സിലാക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് ഇതിലുള്ളത്. അല്ലാതെ ഒരു വിഭാഗത്തെ പരാജയപ്പെടുത്താനോ മറുവിഭാഗത്തെ വിജയിപ്പിക്കാനോ ഉള്ള ഉദ്ദേശം ഇതിലില്ല. ആ രീതിയിൽ തന്നെ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ഇരു പണ്ഡിതന്മാരോടും മധ്യസ്ഥന്മാരോടും ആദ്യമായിട്ട് അപേക്ഷിക്കുകയാണ്. ഇത് വിശദീകരിക്കുന്നതിന് ഏറ്റവും എളുപ്പം ഈ കരാറ്, അതായത് ഈ KNM യൂണിറ്റ് കോയിച്ചന യൂണിറ്റ് കൊടുത്ത കത്ത് ലെറ്റർ വായിക്കുന്നതായിരിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കക്കാട് കരിമ്പിൽ വെച്ച് നടന്ന ഫൈസൽ മുസ്ലിയാരുടെ വിശദീകരണ പരിപാടിയിൽ വെച്ച് കോയിച്ചന KNM യൂണിറ്റിലെ പ്രവർത്തകനായ മുഹമ്മദ് എന്ന ബാപ്പുട്ടി, അതായത് ഞാൻ, വ്യക്തിപരമായി ഫൈസൽ മുസ്ലിയാരോട് താങ്കൾക്കും നാസർ സുല്ലമിക്കും ഒരുമിച്ചിരുന്ന് ചർച്ച നടത്താൻ വേദി ഒരുക്കിയാൽ താങ്കൾ ചർച്ചയ്ക്ക് തയ്യാറാകുമോ എന്ന് ചോദിക്കുകയും ഫൈസൽ മുസ്ലിയാർ അതിന് തയ്യാറാണെന്ന് സമ്മതിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കോയിച്ചന ശാഖ KNM പ്രവർത്തകരുമായി ബാപ്പുട്ടി ബന്ധപ്പെടുകയും സഹകരണം ആവശ്യപ്പെടുകയും ചെയ്തു. കോയിച്ചന യൂണിറ്റിലെ പ്രവർത്തകർ ഈ വിഷയം ചർച്ച ചെയ്യുകയും ഇരു പണ്ഡിതന്മാർക്കും ചർച്ചയ്ക്ക് ക്ഷണിച്ചുകൊണ്ട് കത്ത് നൽകാൻ തീരുമാനിക്കുകയും ചെയ്തു. ചർച്ചയിൽ തീരുമാനമായ മറ്റു വിഷയങ്ങൾ: ഈ ചർച്ചയിൽ ഇരു വിഭാഗം പണ്ഡിതന്മാർക്ക് പുറമെ കോയിച്ചന യൂണിറ്റിലെ പ്രവർത്തകർ മാത്രമേ പങ്കെടുക്കുവാൻ അനുവാദം ഉണ്ടായിരിക്കുകയുള്ളൂ. 2. ചർച്ച പൂർണ്ണമായും പ്രമാണബദ്ധമായിരിക്കണം. 3. ജയപരാജയങ്ങൾക്കപ്പുറം പ്രവർത്തകരുടെ സംശയ നിവാരണമായിരിക്കണം ചർച്ചയുടെ ലക്ഷ്യം. ചർച്ച നടക്കുമ്പോൾ വീഡിയോ റെക്കോർഡിംഗ് ഇരുവിഭാഗങ്ങൾക്കും നടത്താവുന്നതാണ്. പണ്ഡിതന്മാരോട്: മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇപ്പോൾ തർക്കത്തിലിരിക്കുന്ന ജിന്നിനോടുള്ള സഹായത്തേട്ടം എന്ന വിഷയത്തിൽ ഇരു പണ്ഡിതന്മാരും പ്രമാണബദ്ധമായി ചർച്ചയ്ക്ക് തയ്യാറാവണമെന്ന് കോയിച്ചന യൂണിറ്റിലെ പ്രവർത്തകർ ആവശ്യപ്പെടുന്നു. സംവാദത്തിന്റെ മറ്റ് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ഇരു പണ്ഡിതന്മാരും കൂടിയിരിക്കാൻ സമയം അനുവദിക്കണമെന്നും അപേക്ഷിക്കുന്നു. വാശിയും വ്യക്തിവിരോധവും ഒഴിവാക്കി സത്യം സത്യമായി ഉൾക്കൊള്ളാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് സെക്രട്ടറി KNM കോയിച്ചന ശാഖ. ഈ കത്താണ് ഇരു പണ്ഡിതന്മാർക്കും ആദ്യമായിട്ട് നാസർ സുല്ലമിക്ക് കൊടുക്കുകയും അദ്ദേഹം ഇതിൽ ഒപ്പിടുകയും ചെയ്തിട്ടുണ്ട്. മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് ചർച്ചയുടെ വ്യവസ്ഥ തയ്യാറാക്കാനും ചർച്ചക്കും ഞാൻ നാസർ സുല്ലമി തയ്യാറാണ്. ഒപ്പ്. അതിന് താഴെ ഫൈസൽ മുസ്ലിയാരുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒപ്പുവെച്ചിട്ടുണ്ട്. മേൽ പറയപ്പെട്ടത് പ്രകാരമുള്ള ചർച്ചയ്ക്ക് വ്യവസ്ഥ തയ്യാറാക്കാനും ചർച്ച നടത്താനും ഒരുക്കമാണ്. അള്ളാഹു സത്യം ഗ്രഹിക്കാൻ അനുഗ്രഹിക്കട്ടെ, ആമീൻ എന്ന് ഫൈസൽ മുസ്ലിയാർ പുതുപ്പറമ്പ്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇവിടെ ഈ വ്യവസ്ഥ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതിന് സുഗമമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇരു മധ്യസ്ഥന്മാരും കൂടി ചർച്ച ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകണം. അതിനുവേണ്ടി ഇരു പണ്ഡിതന്മാർക്കും ഇതിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടും മധ്യസ്ഥന്മാരെയും പണ്ഡിതന്മാരെയും ഇവിടെ കൂടിയ സഹോദരന്മാരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വാഹൃദാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നമ്മൾ
മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഇന്ന് നിലവിലുള്ള ഒരു വിഷയത്തെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ചർച്ച നടക്കുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച്, അല്ലെങ്കിൽ കേരള ജമിയത്തുൽ ഉലമ ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത ഒരു വിഷയത്തെ സംബന്ധിച്ച് വ്യത്യസ്തമായ വീക്ഷണങ്ങൾ ഉണ്ട് എന്നതുകൊണ്ടാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഒരു നല്ല നിലയിൽ അതിൻ്റെ ഒരു സംവാദം നമ്മൾക്കൊരു ദിവസം നിശ്ചയിക്കുക, ആ സംവാദത്തിന് അതേപോലെ തന്നെ അതിൻ്റെ സമയം നിശ്ചയിക്കുക, അതിൻ്റെ തീയതികൾക്കൊപ്പം തന്നെ അതിൽ നമുക്ക് ആരൊക്കെ പങ്കെടുക്കണം, എവിടെ വെച്ച് നടത്തണം, എത്ര ആളുകൾ അതിലുണ്ടാകണം എന്ന കാര്യങ്ങളെ പറ്റിയിട്ട് ഒരു വ്യവസ്ഥ തയ്യാറാക്കാനാണ് നാം ഇവിടെ കൂടിയത്. ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വാദപ്രതിവാദം പലപ്പോഴും നടന്നിട്ടുണ്ട്. വാദപ്രതിവാദത്തിലൂടെ തന്നെ ഈ പ്രസ്ഥാനം ഇവിടെ എത്തിയത്. എന്നാലും ഇത് ആ നിലക്കല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. സംവാദം നടത്തുക എന്നത് കേരള ജമിയത്തുൽ ഉലമ ജിന്ന് പിശാച് വിഷയത്തിലെടുത്തൊരു തീരുമാനം, അത് നമുക്കെല്ലാവർക്കും എത്തിയിട്ടുണ്ട്. എന്നാലും വ്യത്യസ്തമായ വീക്ഷണങ്ങൾ പലർക്കും ഉണ്ടാകാം. അപ്പോൾ ഒരു നല്ല നിലയിലുള്ള ചർച്ച, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുങ്ങുന്നത്. അതല്ലാതെ ഒരു കോലാഹലങ്ങൾ സൃഷ്ടിച്ച് മറ്റൊരു നിലക്കതിനെ കൊണ്ടുപോകുവാൻ മറ്റു ആളുകളുടെ കയ്യിൽ കൊടുക്കുവാനോ ഒന്നുമല്ല. പ്രസ്ഥാനത്തിൽ വിഷമങ്ങളുണ്ടെന്ന് മറ്റുള്ളവരെ അറിയിക്കാനുമല്ല, മറിച്ച് ഉള്ള കാര്യങ്ങൾ പരമാവധി എന്തൊക്കെ നമുക്ക് ഏതൊക്കെ മേഖലകളിൽ ഐക്യപ്പെടുവാൻ സാധിക്കുമോ ആ ഐക്യത്തിന് വേണ്ടിയുള്ള ആഹ്വാനമായി അള്ളാഹു ഇത് ആക്കിത്തരട്ടെ. നമുക്കൊക്കെ ഉദ്ദേശവും അതാണ്. അതുകൊണ്ട് അതിന് നമ്മളൊരു ദിവസം സമയം കാണണം, അത് എങ്ങനെയൊക്കെ കൊണ്ടുപോകണം, എത്ര ആളുകൾ ഉണ്ടാവണം, എത്ര നേരത്തെ നമ്മൾ അത് ചർച്ചകൾ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിച്ചു കൊണ്ട് സംസാരിക്കണം, അതേപോലെ തന്നെ അതിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ എങ്ങനെ ആയിരിക്കണം, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് തന്നെയാണ്. എന്നാലും അതിൻ്റെ ഒരു സമയം കൂടിയിരുന്ന് കാണുമ്പോൾ ആ ദിവസം നമുക്ക് മറ്റ് പണികളൊന്നുമില്ലാതെ ഇതിന് കൃത്യമായ ഒരു സമയവും ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ഇന്ന ഡേറ്റിന് ഇന്ന രൂപത്തിൽ നമ്മൾ വിഷയം അവതരിപ്പിക്കണം എന്നൊക്കെ ഉണ്ടാക്കി തീർക്കൽ സാധാരണയാണ്. ആ കാര്യത്തിന് വേണ്ടി മാത്രമാണ് നമ്മളിവിടെ കൂടിയിട്ടുള്ളത്. അതതിൻ്റെ അവസാനത്തെ പേജിൽ ഞാൻ വായിക്കുകയും കണ്ടു. മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇപ്പോൾ തർക്കത്തിലിരിക്കുന്ന ജിന്നുകളോടുള്ള സഹായത്തേട്ടം എന്ന വിഷയത്തിൽ ഇരുവിഭാഗം പണ്ഡിതന്മാരും പ്രമാണബദ്ധമായി ചർച്ചയ്ക്ക് തയ്യാറാവണമെന്ന് കോയിച്ചണ യൂണിറ്റിലെ പ്രവർത്തകർ ആവശ്യപ്പെടുന്നു. യഥാർത്ഥത്തിൽ കോയിച്ചണ യൂണിറ്റിലെ പ്രവർത്തകർ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സംവാദം, അല്ലാതെ മറ്റൊരു വെല്ലുവിളിയോ പരസ്പരമുള്ളതോ ഒന്നുമല്ല. സംവാദത്തിൻ്റെ മറ്റ് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ഇരു പണ്ഡിതന്മാരും കൂടി ഇരിക്കാൻ സമയം അനുവദിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പോൾ ആ നിലക്ക് രണ്ടു കൂട്ടരും ഒരു സമയം ഇന്ന് അനുവദിച്ചു. ആ സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അനുവദിച്ച സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് നമ്മൾ ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ രണ്ട് വിഭാഗം എന്ന് പറയുന്നില്ലെങ്കിലും രണ്ട് പണ്ഡിതന്മാരും നമ്മുടെ വാദങ്ങൾ എഴുതി കൃത്യമായിട്ട് ഇന്ന ദിവസം ഇന്ന സമയത്ത് ഇന്നപ്പോൾ എന്ന് എഴുതിയാൽ നമുക്ക് ആ കാര്യങ്ങൾ ഭംഗിയായി വളരെ ഒരു 5-10 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്നതേ ഉള്ളൂ. അതിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നാണിഹാജി, കോയിച്ചന ശാഖയിലെ പ്രവർത്തകരെ, അപ്പോൾ ഇവിടെ നാണിഹാജി സൂചിപ്പിച്ച പോലെ നാമെല്ലാം ഒന്നിച്ച് ഒരു ഉമ്മ പെറ്റ മക്കളെപ്പോലെ തോളോട് തോളൊരുമ്മി പള്ളികളിലും പ്രവർത്തനങ്ങളിലും എല്ലാം സജീവമായി നിലകൊണ്ടിരുന്ന നമ്മൾ ഇന്ന് തെറ്റിദ്ധാരണകൾ നിമിത്തം, ഞാൻ മനസ്സിലാക്കുന്നത് ഒരു തെറ്റിദ്ധാരണകൾ നിമിത്തം, അല്ലെങ്കിൽ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, അതാണ് ഇവിടെ തീരുമാനിക്കപ്പെടേണ്ട വിഷയം. അത് ജിന്നിനോട് സഹായം തേടാൻ പാടുണ്ടോ പാടില്ലേ, എന്താണ് എൻ്റെ നിബന്ധനകൾ, എന്താണ് കാര്യങ്ങൾ എന്ന് വിശദമായി ചർച്ച ചെയ്യുകയും ഇത് ഇന്ന് ഇസ്ലാഹി കേരളം മൊത്തത്തിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഇത് പണ്ഡിതന്മാർ പരസ്പരം
വിവിധ വേദികളിൽ നിന്ന് ചർച്ച ചെയ്യുന്നതിന് പകരം ഒരേ സ്ഥലത്തിരുന്നു കൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്യുകയും സാധാരണക്കാരായ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരായ പ്രവർത്തകർക്ക് ഈ കാര്യം വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇവിടെ രണ്ട് പണ്ഡിതന്മാരും വളരെ സന്തോഷപൂർവ്വം സമ്മതിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ആദ്യമായി അവരോട് ഈ വിഷയത്തിൽ നന്ദി പറയുകയാണ്. അതേപോലെ തന്നെ ഇത് ഉന്നതമായ പണ്ഡിത സഭയിൽ വീണ്ടും വീണ്ടും ചർച്ചയ്ക്ക് വരേണ്ട ഒരു വിഷയമാണെങ്കിലും അത് സാഹചര്യം ഇന്നില്ലാത്തത് കൊണ്ട് തന്നെ ഈ യൂണിറ്റിലെ പ്രവർത്തകർ ഇതിന് മുന്നോട്ട് വന്നതിൽ ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ചർച്ച വളരെ നല്ല രൂപത്തിൽ ഇത് മാനസികമായ ഒരു ഐക്യം നമ്മിൽ ഉണ്ടാക്കാൻ ഉതകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അള്ളാഹു നമ്മെല്ലാവരും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇതേപോലെ തന്നെ ഒന്നിച്ച് സ്നേഹപൂർവ്വം നാളെ സ്വർഗപൂങ്കാവനത്തിൽ ഒന്നിച്ചിരിക്കാൻ തൗഫീക്ക് അള്ളാഹു നമുക്ക് നൽകട്ടെ എന്നും നമ്മുടെ പണ്ഡിതന്മാർക്കും നമ്മുടെ മുഴുവൻ പ്രവർത്തകർക്കും ആരോഗ്യവും ആയുസ്സും കൊടുത്തുകൊണ്ട് അള്ളാഹു ഈ പ്രസ്ഥാനത്തെ ഇതുവരെ നമ്മൾ എങ്ങനെ പ്രവർത്തിച്ചിരുന്നോ അതേപോലെ തന്നെ പ്രവർത്തിക്കാനുള്ള സഹായകമായി ഈ വിഷയം തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പരിപാടി തുടങ്ങാനും അത് ചർച്ച തുടങ്ങാൻ ഫൈസൽ മുസ്ലിയാരെ ഉത്തരവാദിത്തപ്പെടുത്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സൂചിപ്പിക്കപ്പെട്ടതുപോലെ ദീനിയായ ഒരു വിഷയത്തിൽ ഒരിക്കലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകേണ്ടതില്ലാത്ത ഒരു കാര്യത്തിൽ ആരെല്ലാമോ ഉണ്ടാക്കിയെടുത്ത ചില വസ്വാസുകളിൽ തട്ടിത്തിരിഞ്ഞ് പലതരം പ്രചാരണങ്ങൾ നാട്ടി നടക്കുകയും അതിനടിസ്ഥാനത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങളും വിശദീകരണ യോഗങ്ങളുമൊക്കെയായി നമ്മുടെ പ്രവർത്തകന്മാർ നാടുനീളെ രംഗത്തിറങ്ങുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് നാം ഉള്ളത്. അത്തരമൊരു വിശദീകരണ യോഗത്തിൻ്റെ ഒരു വേദിയിൽ കക്കാട് കരിമ്പിൽ വെച്ച് സംഘടിപ്പിച്ച ഒരു വേദിയിൽ നേരത്തെ കത്തിൽ വായിച്ചതുപോലെ മുഹമ്മദ് എന്ന ബാപ്പുട്ടി എന്നോട് വ്യക്തിപരമായ ഒരു സംവാദത്തിന്, ഒരു ചർച്ചയ്ക്ക് നാസസുല്ലൈമയുമായി താങ്കൾ തയ്യാറുണ്ടോ എന്ന് ചോദിക്കുകയും തയ്യാറാണ് എന്ന് വളരെ സന്തോഷത്തോടു കൂടി ഏറ്റെടുക്കുകയും ചെയ്തു. അതിന് ബഹുമാന്യനായ നാസസുല്ലൈമയും തയ്യാറായി. അങ്ങനെയാണ് ഈ ഇരുത്തമുണ്ടായത്. ബഹുമാന്യനായ നാണി ഹാജി പറഞ്ഞ ചില പ്രയോഗങ്ങൾ വിയോജിപ്പുണ്ട്, സൂചിപ്പിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. KJU-വിൻ്റെ തീരുമാനവുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങളല്ല യഥാർത്ഥത്തിൽ ഇവിടെ ഉള്ളത്. KJU എന്ന് നമ്മളൊക്കെ പറയുമ്പോൾ അർത്ഥമാക്കുന്ന ഒരു ബോഡി ഏതാണോ ആ ഒരു ബോഡി അതിൻ്റെതായ ചട്ടങ്ങളും രീതികളും പാലിച്ചുകൊണ്ട് ഒരു തീരുമാനം നമുക്ക് അറിയിച്ചു തന്നിട്ടില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങളൊക്കെ. KJU-വിൻ്റെ ലെറ്റർപേഡിൽ ഒരു സർക്കുലർ വന്നു എന്ന് ശരിയാണ്. അത് KJU എന്ന ആ ഒരു സംവിധാനത്തിൻ്റെ ഔദ്യോഗികമായ ഒരു സർക്കുലർ അല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഏതായിരുന്നാലും അതല്ല നമ്മുടെ വിഷയം. അപ്പം ഇവിടെ സംവാദം നടത്തണം എന്ന കാര്യത്തിൽ രണ്ട് കൂട്ടരും ഒരേ അഭിപ്രായക്കാരാണ്. അതുകൊണ്ട് ഇനി സമയം കളയാതെ നമ്മൾ വിഷയം നമ്മുടെ കത്തിൽ തന്നെ വന്നിട്ടുണ്ട്, ജിന്നകളോടുള്ള സഹായത്തേട്ടം എന്ന വിഷയം. ഇതിൽ രണ്ടു പക്ഷത്തെ വാദങ്ങൾ രേഖപ്പെടുത്തുകയും പിന്നീട് അതിന് നമുക്ക് സൗകര്യപ്പെട്ട സ്ഥലവും സമയവും ഒക്കെ തീരുമാനിക്കുകയുമാണ് വേണ്ടത്. ഏകദേശ തീരുമാനങ്ങളൊക്കെ നമ്മുടെ കത്തിൽ വന്നിട്ടുണ്ട്. ആര് പങ്കെടുക്കണം, എങ്ങനെ വേണം എന്ന സൂചനകൾ ആ കത്തിൽ തന്നെ ഉണ്ട്. അപ്പം അതിൽ ഇല്ലാത്ത മറ്റു ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കേണ്ട ഒരു ബാധ്യത മാത്രമേ നമുക്കുള്ളൂ എന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. എന്തായിരുന്നാലും അല്ലാഹുവല്ലാത്ത ഒരാളോടും പ്രാർത്ഥിക്കുവാനോ സഹായം തേടുവാനോ പാടില്ല എന്ന കാര്യത്തിൽ മുജാഹിദുകളായ നമുക്കാർക്കും രണ്ടാമത് അഭിപ്രായത്തിന് വകയില്ല, ഉണ്ടാകാൻ പാടുമില്ല. എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ
ഒരിക്കലും ഉണ്ടാവേണ്ടതില്ലാത്ത ഒരു ചർച്ച ആരെല്ലാമോ ഉണ്ടാക്കിയെടുത്തു, വിവാദമാക്കി വലിച്ചിട്ടു. അതിൻ്റെ ഒരു പരിണിത ഫലമാണ് ഇന്ന് കാണുന്ന സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങളെത്തിയത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ വാദങ്ങൾ നമുക്ക് രണ്ടു കൂട്ടരും രേഖപ്പെടുത്തുകയും അതുപ്രകാരം എനിക്കും നാസസുല്ലമിക്കും സൗകര്യപ്പെട്ട ഒരു തീയതിയും സമയവും കണ്ട് അതിൻ്റെ മറ്റു കാര്യങ്ങൾ തീരുമാനിച്ച് പിരിയുകയും ചെയ്യാം. അല്ലാഹു തആല അവൻ്റെ ദീന് ശരിയായ രീതിയിൽ മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് പ്രമാണബദ്ധമായി കാര്യങ്ങളെ മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും തൗഹീദിൽ അടിയുറച്ചു നിന്ന് ശിർക്കിൻ്റെ നേരിയ ഒരംശം പോലും ജീവിതത്തിൽ കടന്നു വരാതെ സൂക്ഷിച്ച് മുത്തഖീങ്ങളും മുവഹിദുകളുമായി ജീവിച്ച് മരിക്കുവാനുള്ള തൗഫീഖ് നൽകി റബ്ബ് നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബതു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. സുമ്മ അമ്മാ ബഅദ്. ബഹുമാന്യനായ എൻ്റെ സുഹൃത്ത് ഫൈസൽ മുസ്ലിയാർ ഈ വ്യവസ്ഥ തയ്യാറാക്കൽ നിയന്ത്രിക്കുന്ന മധ്യസ്ഥന്മാരെ, കോഴിച്ചന യൂണിറ്റിലെ ഇസ്ലാഹി പ്രവർത്തകരെ, ബഹുമാന്യനായ ഫൈസൽ മുസ്ലിയാർ സൂചിപ്പിച്ചതുപോലെ ഇത്തരം ഒരു വ്യവസ്ഥ തയ്യാറാക്കാൻ വേണ്ടി ഒരുമിച്ചിരിക്കാനുള്ള സാഹചര്യം ഇനി ആവർത്തിക്കേണ്ടതില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇവിടെ രണ്ട് കൂട്ടരും ഒപ്പിട്ടതനുസരിച്ച് ചർച്ച ചെയ്യേണ്ട വിഷയം ജിന്നിനോടുള്ള സഹായത്തേട്ടം എന്നതിൽ ഒതുങ്ങി നിന്ന് ഈ വിഷയത്തെ സംബന്ധിച്ച് എന്താണ് രണ്ട് കൂട്ടരുടെയും വാദം എന്ന് എഴുതുകയും അതിനുശേഷം ആ സംവാദം ഏത് രീതിയിൽ നടത്തിക്കൊണ്ടു പോകണം എന്ന് തീരുമാനിക്കുന്നതോടെ ഇന്നത്തെ ഈ ഇരുത്തം അവസാനിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയത്തിലേക്ക് കടക്കുന്നതായിരിക്കും കൂടുതൽ മറ്റു കാര്യങ്ങളിലേക്ക് സംസാരം പോകുന്നതിനേക്കാളും നന്നായിരിക്കുക. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ എന്ന നിലക്ക് ആ സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വം ഒരു കാര്യം ഔദ്യോഗികമായി അറിയിച്ചാൽ ആ അറിയിക്കൽ തന്നെയാണ് സംഘടനയുടെ ഔദ്യോഗികമായ തീരുമാനം. എൻ്റെ ബഹുമാന്യരായ സുഹൃത്ത് ഫൈസൽ മുസ്ലിയാർ സൂചിപ്പിച്ചതിനോട് ഒരു താർക്കികം എന്ന നിലക്കുള്ള ഒരു പ്രതികരണമല്ല. അതേസമയം അദ്ദേഹം നാണിഹാജി പറഞ്ഞ വാചകത്തോട് ഒരു പ്രതികരണം പറഞ്ഞതുകൊണ്ട് മാത്രം ആ ഭാഗം സൂചിപ്പിക്കുകയാണ്. കേരള ജമിയത്തുൽ ഉലമയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും സംഘടനകളുടെ ഔദ്യോഗികമായ ലെറ്റർ പേഡിൽ ഒരു തീരുമാനം എഴുതി ഒപ്പിട്ട് അത് കീഴ്ഘടകങ്ങൾക്ക് അയച്ചു കൊടുത്താൽ ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതുതന്നെയാണ് ആ സംഘടനയുടെ ഔദ്യോഗികമായ തീരുമാനം. അതിനേക്കാളും വലിയ ഒരു ഔദ്യോഗികത പിന്നീട് ആ വിഷയത്തിലില്ല. ഇനി ഏത് വിഷയമാണെങ്കിലും അത് സംഘടനാപരമായ വിഷയമാണ് എങ്കിൽ കേരള നദ്വത്തുൽ മുജാഹിദീനും, ആദർശപരമായ വിഷയമാണെങ്കിൽ കേരള ജമിയത്തുൽ ഉലമയുമാണ് ആ ദൗത്യം നിർവഹിക്കുക. ഇപ്പോൾ ഈ വിഷയത്തിലും അതേ രീതിയിലുള്ള ഒരു തീരുമാനം തന്നെയാണ് നമ്മുടെ സംഘടന കൈക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ഏത് വിഷയത്തെ സംബന്ധിച്ചും അഭിപ്രായ വ്യത്യാസമുണ്ടാകുമ്പോൾ ആ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ ഒരുമിച്ചിരുന്നു കൊണ്ട് ക്രിയാത്മകമായ ചർച്ച നടത്തുന്നത് തീർച്ചയായും ഗുണകരമാണ്. അതിലൂടെ ഏറ്റവും ചുരുങ്ങിയത് കേൾക്കുന്ന ആളുകൾ ഇതിൻ്റെ സത്യാസത്യങ്ങളെ മനസ്സിലാക്കാൻ ഉതകും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട്
ഈ വിഷയത്തിലുള്ള എൻ്റെ പ്രിയ സുഹൃത്ത് ഫൈസൽ മുസ്ലിയാരുടെ വാദം അദ്ദേഹം പറയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനുശേഷം ഇൻഷാ അല്ലാഹ് എൻ്റെ അടുത്ത ഊഴത്തിൽ ഈ വിഷയ സംബന്ധമായിട്ടുള്ള എൻ്റെ വാദം ഞാൻ പറയും. അതിനുവേണ്ടി തൽക്കാലം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ഇവിടെ ഫൈസൽ മുസ്ലിയാർ എഴുതിയ വാദം വായിക്കുകയാണ്. ജിന്ന്, മലക്ക്, മനുഷ്യൻ തുടങ്ങി ഏത് സൃഷ്ടിയോടും അദൃശ്യമാർഗത്തിൽ സഹായം ആവശ്യപ്പെടുന്നത് അവരോടുള്ള പ്രാർത്ഥനയും അതിനാൽ ശിർക്കുമാകുന്നു. ജിന്ന്, മലക്ക്, മനുഷ്യൻ തുടങ്ങി ഏത് സൃഷ്ടിയോടും അദൃശ്യമാർഗത്തിൽ സഹായം ആവശ്യപ്പെടുന്നത് അവരോടുള്ള പ്രാർത്ഥനയും അതിനാൽ ശിർക്കുമാകുന്നു. അസ്സലാമു അലൈക്കും. നേരത്തെ വാദം നിങ്ങൾ കേട്ടു. അതുകൊണ്ട് തന്നെ നാസർ സുല്ലമി എഴുതി തന്നത് ഇവിടെ വായിക്കുകയാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് അവയുടെ കഴിവിൽപ്പെട്ടതോ അല്ലാത്തതോ ആയ കാര്യങ്ങൾക്ക് അവരോട് സഹായം ചോദിക്കുന്നത് ശിർക്കും ഹറാമുമാണ്. ഇത് പ്രമാണബദ്ധവുമാണ്. ഇവിടെ വാദങ്ങൾ പരസ്പരം അനൗദ്യോഗികമായി ഇപ്പോൾ നമ്മൾ പറഞ്ഞു. ഇനി അതിൽ മാറ്റങ്ങൾ ആവശ്യമെങ്കിൽ നമുക്ക് ചർച്ച ചെയ്ത് തീരുമാനിക്കാം. കക്കാട് കരുമ്പിൽ വെച്ച് നടന്ന പരിപാടിയിൽ എന്നെ വെല്ലുവിളിച്ച മുഹമ്മദ് എന്ന ബാപ്പുട്ടി, അദ്ദേഹം മുൻകൈയെടുത്ത് കോഴിച്ചന യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ എഴുതി തയ്യാറാക്കി ഞങ്ങൾ രണ്ടുപേർക്കും തന്ന കത്തിൽ ആവശ്യപ്പെട്ടത് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇപ്പോൾ തർക്കത്തിലിരിക്കുന്ന ജിന്നിനോടുള്ള സഹായത്തേട്ടം എന്ന വിഷയത്തിൽ അതാണ് രേഖപ്പെടുത്തിയത്. അപ്പം ജിന്നോട് സഹായത്തേട്ടം തന്നെയാണ് ഞങ്ങൾ രണ്ടുപേരുടെയും ഇപ്പോൾ വാദമായി രേഖപ്പെടുത്തിയതിൽ വന്നിട്ടുള്ളത്. അതിൽ എൻ്റെ വാദം ഞാൻ രേഖപ്പെടുത്തി. ജിന്ന്, മലക്ക്, മനുഷ്യൻ അടക്കമുള്ള ഏതു സൃഷ്ടിയോടും അദൃശ്യമാർഗത്തിൽ സഹായം ആവശ്യപ്പെടുന്നത് അവരോടുള്ള പ്രാർത്ഥനയും അതിനാൽ ശിർക്കുമാണ് എന്നാണ് എൻ്റെ വാദം ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ചർച്ചകൾ ആവശ്യമെങ്കിൽ നമുക്ക് ചർച്ച ചെയ്ത് ആവശ്യമായ മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. എന്തായിരുന്നാലും ചെറിയ പദപ്രയോഗങ്ങളിൽ കുടുങ്ങി നമ്മൾ സംവാദം ഇല്ലാതാകുന്ന സാഹചര്യം ഉണ്ടായത് നിർബന്ധമായി നമുക്ക് ഈ ചർച്ച നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അതിനാവശ്യമായ വല്ല തിരുത്തലുകളും ആവശ്യമുണ്ടെങ്കിൽ പരസ്പരം നമുക്ക് ചർച്ച ചെയ്ത് ആകാവുന്നതാണ് എന്ന് കൂടി സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ രണ്ട് കൂട്ടരും അവരവരുടെ വാദങ്ങൾ വായിച്ചു. ഫൈസൽ മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ വാദവും ഞാൻ എൻ്റെ വാദവും വായിച്ചു. അപ്പോൾ ഈ രണ്ട് കൂട്ടരുടെയും വാദത്തിൽ ഒരു സംവാദം നടത്തേണ്ടി വരിക ഫൈസൽ മുസ്ലിയാരുടെ വാദത്തോട് എനിക്ക് യോജിപ്പില്ലാതിരിക്കുകയും എൻ്റെ വാദത്തോട് ഫൈസൽ മുസ്ലിയാർക്ക് യോജിപ്പില്ലാതിരിക്കുമ്പോഴുമാണ്. സ്വാഭാവികമായിട്ടും ആ ഒരു വിഷയം ഈ വ്യവസ്ഥ തീരുമാനിക്കുന്നതിൽ തീരുമാനമാകേണ്ടുന്ന ഒരു കാര്യമാണ്. ഫൈസൽ മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ വാദമായി പറഞ്ഞത് ജിന്ന്, മലക്ക്, മനുഷ്യൻ തുടങ്ങി ഏത് സൃഷ്ടിയോടും അദൃശ്യമാർഗത്തിൽ സഹായം ആവശ്യപ്പെടുന്നത് അവരോടുള്ള പ്രാർത്ഥനയും അതിനാൽ അത് ശിർക്കുമാണ്. ഫൈസൽ മുസ്ലിയാരുടെ ഈ വാദത്തോട് പൂർണ്ണമായും ഞാൻ യോജിക്കുകയാണ്. ഫൈസൽ മുസ്ലിയാരുടെ ഈ വാദത്തോട് പൂർണ്ണമായും ഞാൻ യോജിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഫൈസൽ മുസ്ലിയാർ എഴുതിയ ഒരു വാദത്തിൽ എന്തിൻ്റെ ആവശ്യമില്ല, ഒരു സംവാദത്തിൻ്റെ ആവശ്യമില്ല. കാരണം ഞാനും താങ്കളും വ്യത്യസ്ത അഭിപ്രായത്തിലുള്ളവരാണെങ്കിലാണ് ആ വിഷയത്തിൽ ഒരു സംവാദം വേണ്ടി വരുന്നത്. അതോടൊപ്പം ഇനി മറു അഭിപ്രായം താങ്കൾ രേഖപ്പെടുത്തേണ്ടത്, ഞാനെൻ്റെ വാദം ഇവിടെ ബഹുമാന്യനായ നാണിയാജി വായിച്ചു. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട്
അവയുടെ കഴിവിൽപ്പെട്ടതോ അല്ലാത്തതോ ആയ കാര്യങ്ങൾക്ക് അവരോട് സഹായം ചോദിക്കുന്നത് ശിർക്കും ഹറാമുമാണ്. ഇത് പ്രമാണ ബന്ധവുമാണ്. എൻ്റെ ഈ സംവാദ വ്യവസ്ഥയിൽ വാദമായി ഞാനിങ്ങനെ എഴുതാനുള്ള പ്രധാനപ്പെട്ട കാരണം പലതുമുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാരണം, ഇവിടെ ഒപ്പിട്ട് കൊടുത്ത കോഴിച്ചന യൂണിറ്റ് തന്ന കത്തിൽ വിഷയമായി അവർ തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ജിന്നിനോടുള്ള സഹായത്തേട്ടം എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ സംവാദത്തിൽ എൻ്റെ വാദം ജിന്നുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എനിക്ക് പറയാനുള്ള എൻ്റെ വാദമാണ് ഞാൻ പരിമിതപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം ബഹുമാന്യനായ ഫൈസൽ മുസ്ലിയാർ മലക്ക്, മനുഷ്യർ എന്നിങ്ങനെ അതിലേക്ക് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അത് കൂട്ടിച്ചേർക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. പക്ഷേ ഈ വ്യവസ്ഥ അനുസരിച്ച് രണ്ടു കൂട്ടരും ഒപ്പിട്ട് കൊടുത്തതനുസരിച്ച് മേൽ പറഞ്ഞ വിഷയത്തിൽ അങ്ങനെയാണ് രണ്ടു കൂട്ടരും ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നത്. കോഴിച്ചന യൂണിറ്റ് അതിൻ്റെ ലെറ്റർ ഹെഡിൽ കൊടുത്ത ഈ കത്തിൽ മേൽ പറഞ്ഞ വ്യവസ്ഥ അനുസരിച്ച് ചർച്ചയ്ക്ക് രണ്ടു കൂട്ടരും തയ്യാറാണ്, ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ഞാൻ ഒപ്പിട്ട് കൊടുത്തു. ബഹുമാന്യനായ ഫൈസൽ മുസ്ലിയാർ തയ്യാറാണ് എന്ന് പറഞ്ഞ് അദ്ദേഹവും ഒപ്പിട്ട് കൊടുത്തു. അപ്പം അതുകൊണ്ട് തന്നെ താങ്കളുടെ ഈ താങ്കളുടെ വാദം ഇവിടെ ചർച്ച നടക്കേണ്ടുന്ന, സംവാദം നടക്കേണ്ടുന്ന വിഷയത്തിൽ നിന്നും സ്വല്പം വിട്ടുകടന്നിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. താങ്കൾക്കത് തിരുത്തണമെങ്കിൽ തിരുത്താം. അതേസമയം ഇനി ഇതേ വാചകത്തിൽ തന്നെയാണ് താങ്കൾ നിൽക്കുന്നതെങ്കിലും താങ്കളുടെ ഈ വാദത്തോട് പൂർണ്ണമായും യോജിക്കുന്നവനാണ് ഞാൻ, മുജാഹിദ് പ്രസ്ഥാനം, ഈ പ്രസ്ഥാനത്തിൻ്റെ പണ്ഡിതന്മാരുമൊക്കെ. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരു സംവാദം അത് ആവശ്യമല്ല എന്നാണ് എനിക്ക് അറിയിക്കാനുള്ളത്. അതേസമയം ഞാൻ പറഞ്ഞ എൻ്റെ വാദവുമായി താങ്കൾക്ക് പ്രതികരിക്കാം. അതിനുവേണ്ടി ഞാൻ മൈക്ക് കൈമാറാം. കോഴിച്ചന യൂണിറ്റ് കൈമാറിയ കത്തിൽ ജിന്നോടുള്ള സഹായത്തേട്ടം എന്ന വിഷയത്തിലാണ് ചർച്ചയുള്ളത്. ഞാൻ എഴുതിയതിൽ ആ ജിന്ന് അങ്ങനെ തന്നെ അവിടെ ഉണ്ട്. ഈ ജിന്ന് മാത്രമല്ല, ഏത് സൃഷ്ടിയായാലും അദൃശ്യമാർഗത്തിലുള്ള സഹായത്തേട്ടം ശിർക്ക് തന്നെയാണ്. അത് ഞാൻ പ്രത്യേകം എഴുതാൻ കാരണം, ഇനിയിപ്പോൾ ജിന്ന് നമ്മൾ ചർച്ചകൾ നടത്തി, സംവാദം നടത്തി, ഇനി കഴിയുമ്പോൾ ഞാൻ മലക്കിനെ കുറിച്ച് നമ്മൾ വേറെ ചർച്ച ചെയ്യണോ എന്നൊരു ചോദ്യത്തിൻ്റെ ഒരു പഴി നടക്കാൻ വേണ്ടി അതും കൂടി എഴുതി എന്നേ ഉള്ളൂ. ജിന്നാവട്ടെ, മലക്കാവട്ടെ, മനുഷ്യനാവട്ടെ, ഇനി അല്ല കല്ലോ മരങ്ങളോ പക്ഷിയോ മൃഗങ്ങളോ ഏതോ ആവട്ടെ, റഹ്മാനായ റബ്ബല്ലാത്ത ഏത് സൃഷ്ടിയോടും അദൃശ്യമാർഗത്തിലുള്ള സഹായം ചോദിക്കൽ അത് പ്രാർത്ഥനയാണ്, അത് ശിർക്കുമാണ് എന്നതാണ് ഞാൻ രേഖപ്പെടുത്തിയത്. അത് നമ്മൾ എഴുതിയ കത്തിന് അപ്പുറമല്ല, ഒരുപക്ഷെ അതിൽ ആവശ്യമില്ലാത്ത, വരേണ്ടതില്ലാത്ത ഒന്ന് എക്സ്ട്രാ കൂടി എന്നേ വരുന്നുള്ളൂ. എന്ന ആവശ്യമുള്ളത് ഇല്ലാതായിട്ടില്ല. നമ്മൾ എന്തിനാണോ ചർച്ച ചെയ്യാൻ തീരുമാനിച്ചത് അത് പൂർണ്ണമായും അങ്ങനെ തന്നെ ഉണ്ട്. ശരി, ഏതായിരുന്നാലും അതിൽ നാസസുലമിക്കും തർക്കമില്ല എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ. അപ്പൊ ആ വിഷയത്തിൽ പ്രയാസമില്ല എന്ന് മനസ്സിലായി. പിന്നെ ഇനി ഉള്ളത് അദ്ദേഹം എഴുതിയ വാദമാണ്. അഥവാ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് അവയുടെ കഴിവിൽപ്പെട്ടതോ അല്ലാത്തതോ ആയ കാര്യങ്ങൾക്ക് അവരോട് സഹായം ചോദിക്കുന്ന ശിർക്കും ഹറാമുമാണ്. ഇത് പ്രമാണബദ്ധവുമാണ്. ഇതാണ് അദ്ദേഹം എഴുതിയത്. ഇതിന് ചെറിയൊരു അവ്യക്തത ഉണ്ട്. കാരണം സാധാരണഗതിയിൽ ശിർക്കും ഹറാമും എന്ന് പറഞ്ഞിടത്ത് യോജിക്കാവുന്ന മേഖലയുണ്ട്, വിയോജിക്കേണ്ട മേഖലയുണ്ട്. അതായത് എല്ലാം ശിർക്കാണ്, എല്ലാം ഹറാമുമാണ് എന്നർത്ഥത്തിലാണെങ്കിൽ എനിക്കതിന് വിയോജിപ്പുണ്ട്. അതല്ല, ശിർക്കും ഹറാമും എന്ന് പറഞ്ഞതുകൊണ്ട് ചില ഭാഗങ്ങൾ ശിർക്ക്, ചില ഭാഗങ്ങൾ ഹറാമ് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെങ്കിൽ, അഥവാ ഒന്നുകൂടെ വായിക്കാം. അദ്ദേഹം എഴുതിയത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് അവയുടെ കഴിവിൽപ്പെട്ടതോ അല്ലാത്തതോ ആയ കാര്യങ്ങൾക്ക് അവരോട് സഹായം ചോദിക്കുന്നത് ശിർക്കും ഹറാമുമാണ്. ഇത് പ്രമാണബദ്ധവുമാണ്. ഇതാണല്ലോ രേഖപ്പെടുത്തിയത്. അപ്പോൾ ശിർക്കും ഹറാമുമാണ് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ശിർക്കായാൽ തന്നെ ഹറാമായി കഴിഞ്ഞു. ഏത് ശിർക്കും ശിർക്കാകുന്നൊരു കൂടി ഹറാമ് തന്നെയാണ്. അപ്പൊ പിന്നെ ശിർക്കും ഹറാമുമാണ് എന്ന് പറയേണ്ട ഒരു പ്രത്യേക ഒരു ആവശ്യം പ്രമാണത്തിന്റെ സ്ഥാനത്തിൽ ഇല്ല. ശിർക്കാണ് എഴുതിയാൽ തന്നെ ഹറാമാണ് കിട്ടി. എന്നാൽ അതേസമയം ശിർക്കും ഹറാമുമാണ് എന്ന് എഴുതിയത് കൊണ്ട് ശിർക്കായതുണ്ട്, ഹറാമായതുണ്ട് എന്നാണ് നാസസുലം ഉദ്ദേശിച്ചതെങ്കിൽ ഞാൻ അതിനോട് യോജിക്കുന്നു.
അതല്ല ഏത് തരം ചോദ്യവും യോജിക്കുന്നു. ഷിർക്കായതുണ്ട്, ഹറാമായതുമുണ്ട് എന്നാണെങ്കിൽ അതിനോട് യോജിക്കുന്നു. അതല്ല ഏത് ചോദ്യവും ഷിർക്ക് തന്നെ, ഷിർക്കായതുകൊണ്ട് ഹറാമ് തന്നെ എന്നാണ് ഉദ്ദേശമെങ്കിൽ അതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. ഇനി ആ തലമാണ് നമുക്ക് തീരുമാനമാകേണ്ടത്. താങ്കൾ എഴുത്തിൽ പറഞ്ഞത് സഹായം ചോദിക്കുന്നത് ഷിർക്കും ഹറാമുമാണ്. അപ്പൊ ഷിർക്കായതുമുണ്ട്, ഹറാമായത് വേറെയുമുണ്ട് എന്നാണെങ്കിൽ ഓക്കെ, വിയോജിപ്പില്ല. അതല്ല ഷിർക്കാണ്, എല്ലാം ഷിർക്ക് തന്നെയാണ് എന്നാണെങ്കിൽ വിയോജിപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹറാമാണ് പ്രത്യേകം എഴുതേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥനയാണ് അതിനാൽ ഷിർക്കുമാണ് എന്ന് എഴുതിയത് കൊണ്ടാണ്. കാരണം ഷിർക്കിന് എഴുതിയാൽ പിന്നെ അത് ഹറാമായി കഴിഞ്ഞു. പിന്നെ പ്രത്യേകം നമ്മൾ സാധാരണ മൊയ്തീൻ ശൈഖ് രക്ഷിക്കുക, വരിഞ്ഞങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയി വിളിച്ചു പ്രാർത്ഥിക്കൽ ഷിർക്കാണ് എന്നാണ് നമ്മൾ എല്ലാ സംഭവത്തിലും ഖുറാഫിലും എഴുതാറുള്ളത്. അവിടെ ഷിർക്കും ഹറാമുമാണ് എഴുതാറില്ല. അപ്പൊ ഷിർക്കായതുമുണ്ട്, ഹറാമായതുമുണ്ട് എന്നാണെങ്കിൽ യോജിപ്പുണ്ട്. അതല്ല എല്ലാം ഷിർക്കാണ്, ആ ഷിർക്കായത് കൊണ്ടാണ് ഹറാമാകുന്നത് എന്നാണെങ്കിൽ അതിന് വിയോജിപ്പുണ്ട്. എങ്കിൽ നമുക്ക് ആ പോയിന്റിൽ തന്നെ ചർച്ച മുമ്പോട്ട് പോവുകയും ചെയ്യാം. അപ്പോൾ ബഹുമാന്യനായ ഫൈസൽ മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ വാദത്തോട് ഞാനും യോജിക്കുന്നു എന്ന് എൻ്റെ യോജിപ്പ് അദ്ദേഹം അംഗീകരിച്ചതുകൊണ്ട് ആ വ്യവസ്ഥ അനുസരിച്ച് ഏതായാലും ഒരു സംവാദത്തിൻ്റെ ആവശ്യമില്ല. അതോടൊപ്പം ഞാൻ എഴുതിയ എൻ്റെ വാദത്തിൽ ഞാൻ ഒരിക്കൽ കൂടി ആ വാദം വായിക്കുകയാണ്. വളരെ വ്യക്തമാണ്, അതിൽ യാതൊരു അവ്യക്തതയും ആർക്കുമില്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് അവയുടെ കഴിവിൽപ്പെട്ടതോ അല്ലാത്തതോ ആയ കാര്യങ്ങൾക്ക് അവരോട് സഹായം ചോദിക്കുന്നത്, അഥവാ ജിന്നിന് കൊടുത്ത കഴിവാണെങ്കിലും ശരി കൊടുക്കാത്ത കഴിവാണെങ്കിലും ശരി ആ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് അത് ഷിർക്കുമാണ്, അത് ഹറാമുമാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ചോദ്യം ഷിർക്കാകുന്നതുമുണ്ട് ഹറാമാകുന്നതുമുണ്ട് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചതെങ്കിൽ അതിനോട് താങ്കൾക്ക് യോജിപ്പാണ്. അതല്ല എല്ലാ ചോദ്യവും ഷിർക്കാണ് എങ്കിൽ അതിനോട് യോജിപ്പില്ല. ഇവിടെ എൻ്റെ വാചകം വളരെ കൃത്യമാണ്. അങ്ങനെ ഈ എഴുതിയതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്, ജിന്നിനോടുള്ള സഹായം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള എല്ലാ ചോദ്യവും, ജിന്നിനോട് സഹായം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള എല്ലാ ചോദ്യവും ഷിർക്കാണ്. ഷിർക്കായ ഒരു കാര്യം അതിൻ്റെ കൂടെ ഹറാമ് എന്ന് കൂട്ടിച്ചേർത്തതുകൊണ്ട് ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് അത് എതിരല്ല. അതേസമയം ഹറാമ് എന്ന് പറയുമ്പോൾ എല്ലാ ഹറാമും ഷിർക്കായിക്കൊള്ളണമെന്നില്ല. എന്നാൽ എല്ലാ ഷിർക്കും ഹറാമാണ്. അതിൽ ഞാനും താങ്കളും തമ്മിൽ എന്തില്ല, വിയോജിപ്പില്ല. അതേസമയം ഒരു സംഗതി ഷിർക്കായ ഒരു സംഗതി ഷിർക്ക് എന്നതിനോടൊപ്പം ഹറാമ് എന്നുകൂടി കൂട്ടിച്ചേർത്തത് കൊണ്ട് ഇസ്ലാമികമായി അതിന് ഒരു തകരാറും ഇല്ല. അത് പ്രമാണത്തിന് വിരുദ്ധവുമല്ല, അത് പ്രാമാണികം തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെ എഴുതി എന്നതുകൊണ്ട് താങ്കൾ ചോദിച്ച ആ ചോദ്യം എൻ്റെ വാദത്തിൻ്റെ മുഖ്യ ഭാഗം നിൽക്കുന്നത് ഹറാമായതുണ്ടോ അല്ലെങ്കിൽ ഷിർക്കായതുണ്ടോ ഷിർക്കല്ലാത്തതുണ്ടോ എന്നതല്ല, മറിച്ച് ജിന്നിനോട് രണ്ട് ഭാഗമാണ് എൻ്റെ വാദത്തിലുള്ളത്. ഒന്ന്, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജിന്ന് അദൃശ്യമാണ്, അഭൗതികമാണ്. എൻ്റെ വാദത്തിൻ്റെ രണ്ട് ഭാഗമാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജിന്ന് അദൃശ്യമാണ്, അഭൗതികമാണ്. അങ്ങനെയുള്ള ജിന്നിനോട് ആ ജിന്നിന് കൊടുത്ത സഹായമാണെങ്കിലും കൊടുക്കാത്ത സഹായമാണെങ്കിലും ആ സഹായം ചോദിക്കുന്നത് ഷിർക്കുമാണ്, ഹറാമുമാണ്. അങ്ങനെ കൊടുക്കാനുള്ള കാരണം ഈ വിഷയസംബന്ധമായി നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആനുകാലികമായ ചർച്ചകളിൽ ജിന്നിനോടുള്ള സഹായ ചോദ്യത്തിൽ ഷിർക്കാകുന്നതുമുണ്ട് ഷിർക്കല്ലാത്തതുമുണ്ട്. എന്നാൽ എല്ലാം ഹറാമാണ് എന്ന രീതിയിലുള്ള ഒരു പ്രചരണം സ്വാഭാവികമായിട്ടും ഈ വിഷയ സംബന്ധമായി കേരള ജമിയത്തുൽ ഉലമയുടെ തീരുമാനത്തോട് വിയോജിപ്പുള്ള, അതിനെ അനുകൂലിക്കാത്ത, സംഘടനയുടെ നിയമനിർദ്ദേശങ്ങൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കാത്ത പ്രഭാഷകരിലൂടെ അക്കാര്യം കേരളത്തിൽ വളരെ വ്യാപകമായി പ്രചരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ വാദത്തിൽ ഷിർക്കും ഹറാമുമാണ് എന്ന് ഞാൻ കൂട്ടിച്ചേർത്തത്. അതുകൊണ്ട് അങ്ങനെ ഒരു പദം ഞാൻ അതിൽ ഉപയോഗിച്ചു എന്നതുകൊണ്ട് ഫൈസൽ മുസ്ലിയാർ വളരെ കൃത്യമായി മനസ്സിലാക്കുക, ജിന്നിനോട്
ആ ജിന്നിന് കൊടുത്ത കഴിവിൽപ്പെട്ടതാണെങ്കിലും നൽകാത്ത കഴിവിൽപ്പെട്ടതാണെങ്കിലും ജിന്നുകളോട് സഹായം ചോദിക്കുന്നത് അത് ശിർക്കാണ്. അതിൽ യാതൊരുവിധ സംശയവുമില്ല. ശരി, അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ ഉദ്ദേശം അദ്ദേഹം കൃത്യമായി വിശദീകരിച്ചു കഴിഞ്ഞു. എങ്കിൽ ആ വാദത്തോട് എനിക്ക് വിയോജിപ്പുണ്ട്. അത് വ്യക്തമാക്കുന്നതിന് മുമ്പ് ഒറ്റ കാര്യം സൂചിപ്പിക്കാനുള്ളത്, അദ്ദേഹം ഇപ്പോഴും ആവർത്തിച്ച് പറഞ്ഞ ആ ഒരു പദപ്രയോഗത്തോട് എനിക്ക് വിയോജിക്കാതിരിക്കാൻ വയ്യ. കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തീരുമാനത്തെ അംഗീകരിക്കാത്ത പ്രഭാഷകർ എന്ന ആ പദം ശരിയല്ല. കാരണം KJU ആ വിഷയത്തിൽ ഒരു തീരുമാനം പറഞ്ഞിട്ടില്ല. KJUവിന് ലെറ്റർ ബോർഡിൽ ഒരു തീരുമാനം യൂണിറ്റിലേക്ക് വന്നിട്ടുണ്ട്. അത് ഞങ്ങളൊക്കെ മനസ്സിലാക്കിയത്, കാരണം ഞങ്ങളൊക്കെ KJUവിന്റെ ഉത്തരവാദപ്പെട്ട അംഗങ്ങളാണ് ഈ നിമിഷം വരെ. ഈ സമയത്തും KJUവിന്റെ ഉത്തരവാദപ്പെട്ട മെമ്പർമാരാണ് ഞങ്ങളൊക്കെ. മാത്രവുമല്ല, ഈ വിഷയം നമുക്ക് ചർച്ച വന്നപ്പോൾ 2011 ഡിസംബറിൽ ചേർന്ന ജംഇയ്യത്തിന്റെ ദൗറയിൽ ഇവിഷയമായി പ്രബന്ധം അവതരിപ്പിക്കാൻ ഏൽപ്പിക്കപ്പെട്ട ഒരാൾ കൂടിയാണ് ഈ ഉള്ളവൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെയൊക്കെ വന്ന ഒരു ചർച്ചയും കാര്യങ്ങളും, പക്ഷെ അതിനുശേഷം പിന്നീട് തീരുമാനമായി പുറത്തു വന്നത് അങ്ങനെയുള്ള ആ അംഗങ്ങളോ അവതരിപ്പിക്കപ്പെട്ട പ്രബന്ധമോ അതൊക്കെ പാലിക്കാതെയാണ് പിന്നീട് തീരുമാനം വന്നത് എന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. KJU തീരുമാനം പറഞ്ഞിട്ടില്ല, എന്നാൽ KJUവിന്റെ ലെറ്റർ ബോർഡിൽ തീരുമാനം വന്നിട്ടുണ്ട്. അങ്ങനെ പല തീരുമാനങ്ങളും പല സ്ഥലത്തും വരുന്നുണ്ട്. ഇപ്പൊ നമുക്ക് നമ്മുടെ അടുത്ത പ്രദേശത്ത് ഒരു പ്രോഗ്രാം മാറ്റിവെക്കാൻ പറഞ്ഞുകൊണ്ട് AP അബ്ദുൽ ഖാദർ മൗലവിയുടെ കത്ത് വന്നു. സ്റ്റേറ്റ് KNMന്റെ ലെറ്റർ ബോർഡിൽ തന്നെ ഇവർ മാറ്റിവെച്ചു. പക്ഷേ സംഘാടകര് ബഹുമാനായ AP അബ്ദുൽ ഖാദർ മൗലവി ചെന്ന് കാണുകയും ഈ കത്ത് അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം ചോദിച്ചത്, ഇങ്ങനെയും കത്തുണ്ടോ എന്ന് ചോദിച്ചുവെന്നാണ് ആ പ്രവർത്തകന്മാർ എന്നോട് പറഞ്ഞത്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, അത് പറവണ്ണ മുറിവഴിക്കൽ എന്ന സ്ഥലത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, അങ്ങനെ ലെറ്റർ ബോർഡിലും സീലും കത്ത് പലതും വരുന്നുണ്ട്, പലർക്കും വരുന്നുണ്ട്, പല രൂപത്തിലും വരുന്നുണ്ട്. അതെല്ലാം KNMന്റെയും KJUവിന്റെയും തീരുമാനമാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമുള്ള ഒരു സാഹചര്യം വന്നതുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വന്നത്. അതല്ലെങ്കിൽ KJU സാധാരണ തീരുമാനം പറയുമ്പോൾ നമ്മളൊക്കെ ഒരു വിയോജിപ്പുമില്ലാതെ സ്വീകരിക്കുന്ന പാരമ്പര്യമേ നമുക്കുള്ളൂ. അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിൽ ഒരു അവിശ്വാസത വന്നതുകൊണ്ടാണ് ഈ തീരുമാനം KJUവിൻ്റെ ആണോ അല്ലേ, പ്രത്യേകിച്ച് KJUവിന്റെ ഉത്തരവാദപ്പെട്ട മെമ്പർമാർ എന്ന നിലയ്ക്ക് ഞങ്ങളൊക്കെ അറിയാതെ വന്നൊരു തീരുമാനം. എല്ലാ തീരുമാനം അറിഞ്ഞോളണം എന്നില്ല, എന്നാലും ഞങ്ങളൊക്കെ സമർപ്പിച്ച പ്രബന്ധത്തിന് വിരുദ്ധമായ തീരുമാനം വരുമ്പോൾ അത് മറ്റു ചില കേന്ദ്രങ്ങളിൽ നിന്നാണ് എന്ന് സംശയിക്കേണ്ടി വരുന്നു. ഏതായാലും അതല്ല നമ്മുടെ വിഷയം. ശരി, അപ്പൊ ഇനി അദ്ദേഹത്തിന്റെ വാദം അദ്ദേഹം രേഖപ്പെടുത്തിയത് അദ്ദേഹം തന്നെ വിശദീകരിച്ചു. ജിന്നിനോട് ഏത് സഹായം ചോദിച്ചാലും, കഴിവപ്പെട്ടതോ കഴിവപ്പെടാത്തോ എന്തോ ആവട്ടെ, ഏത് സഹായം ചോദിച്ചാലും അതെല്ലാം ശിർക്കും ഹറാമുമാണ് എന്ന് പറഞ്ഞത് 100% എല്ലാം ശിർക്കാണെന്നും ആ ശിർക്കായതുകൊണ്ട് ഹറാമാണ് എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. അത് പ്രമാണവിരുദ്ധമാണ് എന്നല്ല നേരത്തെ ഞാൻ സൂചിപ്പിച്ചത്. മറിച്ച് ശിർക്കായ ഒരു കാര്യം പറയുമ്പോൾ ഷിർക്ക് എന്ന് പഠിപ്പിക്കുന്ന ശൈലിയാണ് പ്രമാണങ്ങൾ പരിചയപ്പെടുത്തത്. പിന്നെ ഹറാം എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ല. ഷിർക്ക് ആയാൽ തന്നെ അത് ഹറാമായി മാറി. അതുകൊണ്ട് ഷിർക്കും ഹറാമുമാണ് എന്നൊരു പദം എഴുതി കണ്ടപ്പോൾ, കാരണം ലോക പണ്ഡിതന്മാർ പലപ്പോഴും ഈ വിഷയം കൈകാര്യം ചെയ്തപ്പോൾ അവിടെ പദപ്രയോഗങ്ങളിൽ വരുന്ന പല പദങ്ങളും സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ നമുക്ക് ഈ വ്യത്യാസം പ്രകടമാകുന്നുണ്ട്. അതുകൊണ്ട് ബഹുമാന്യനായ ആസൂത്രണം സൂചിപ്പിക്കാൻ താങ്കൾ ഇപ്പോൾ വിശദീകരിച്ച പ്രകാരമാണെങ്കിൽ താങ്കളുടെ വാദത്തോട് എനിക്ക് വിയോജിപ്പുണ്ട്. അതുകൊണ്ട് താങ്കളുടെ വാദം താങ്കൾക്ക് എഴുതാൻ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഒരു ചെറിയൊരു അഭ്യർത്ഥനയുള്ളത്, ഷിർക്കും ഹറാമുമാണ് എന്ന പദങ്ങൾക്കിടയിൽ ഷിർക്കും അതിനാൽ ഹറാമുമാണ് എന്നൊന്ന് കൂട്ടിച്ചേർക്കണം എന്നൊരു അഭ്യർത്ഥന ഉണ്ട്. താങ്കളുടെ സൗകര്യം പോലെ ചെയ്യാം. ഏത് അവരോട് സഹായം ചോദിക്കുന്നത് ഷിർക്കും അതിനാൽ ഹറാമുമാണ് എന്നെഴുതണം. അങ്ങനെയാണെങ്കിൽ അതിന്റെ മറുവാദം ഇൻഷാ അല്ലാഹ് ഞാനും എഴുതാം. ഏത് സഹായം ചോദിക്കുന്നതും ഷിർക്കും അതിന് ഹറാമുമാണ് എന്ന വാദം എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല, വിയോജിപ്പുണ്ട്. താങ്കൾ ആ നിലക്ക് വിശദീകരണം കൂടി കൂട്ടിച്ചേർക്കണം. ഇതിന്റെ പ്രതിവാദം, ഇതിന്റെ മറുവാദം ഇൻഷാ അല്ലാഹ് രേഖപ്പെടുത്താൻ ഞാൻ ഒരുക്കവുമാണ്. ബഹുമാനനായ എൻ്റെ സുഹൃത്ത് ഫൈസൽ മുസ്ലിയാർ, അദ്ദേഹം KJUമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിച്ചു. ഏതായാലും ആ രീതിയിലുള്ള ഒരു ചർച്ച ചെയ്തുകൊണ്ട് നമ്മൾ സമയം നീട്ടേണ്ടതില്ല. KJU എന്താണ് എന്ന് കേരളത്തിലെ മുജാഹിദുകൾ എന്നല്ല, കേരളത്തിലെ എല്ലാവർക്കും അറിയാവുന്നൊരു സംഘടനയാണ്. ഒരു സംഘടനയ്ക്ക് ആ സംഘടനയുടെ ആദർശപരമായ കാര്യം തീരുമാനിക്കുക എങ്ങനെയാണ് എന്നതും ഏതൊരു കുട്ടിക്കും അറിയാവുന്ന സംഗതിയാണ്. പിന്നെ ഈ വിഷയ സംബന്ധമായി ഈ പ്രബന്ധം
അവതരിപ്പിച്ചവരിൽ ഒരാളാണ് ഞാൻ എന്ന് എൻ്റെ ബഹുമാന്യനായ സുഹൃത്ത് ഫൈസൽ മുസ്ലിയാരിലൂടെ പറഞ്ഞു. അത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ തങ്ങൾ അവതരിപ്പിച്ച പ്രബന്ധം തന്നെ തീരുമാനമായി വരണം എന്ന് ശാഠ്യം പിടിക്കുന്നത് എന്തല്ല, ഒരു പണ്ഡിത സഭയ്ക്ക് ആ സഭയോട് കാണിക്കുന്ന മാന്യത അല്ല എന്ന് വളരെ സ്നേഹത്തോടു കൂടി ഉണർത്തുകയാണ്. കാരണം മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യം അങ്ങനെയല്ല. മുജാഹിദ് പ്രസ്ഥാനത്തിൽ ആദർശപരമായ അഭിപ്രായ വ്യത്യാസം ഇതിനു മുമ്പുണ്ടായിട്ടുണ്ട്. അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായപ്പോൾ ആ അഭിപ്രായ വ്യത്യാസം ഉള്ള ഇരുവിഭാഗം ആളുകളോടും പ്രബന്ധങ്ങൾ അവതരിപ്പിക്കാൻ പറയും. അതുതന്നെയാണ് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യം. ആ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രബന്ധത്തെ തീരുമാനമായി അംഗീകരിക്കുകയും മറുപ്രബന്ധത്തെ തീരുമാനമല്ലാതെ തള്ളിക്കളയുകയും ചെയ്യുന്ന ഒരു രീതിയല്ല സ്വീകരിക്കാറ്. ആ രണ്ട് പ്രബന്ധങ്ങളെയും പഠിക്കും. അത് അവതരിപ്പിക്കേണ്ട ആളുകൾ, അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അവതരിപ്പിക്കും. അതിനുശേഷം പിന്നീട് തീരുമാനമെടുക്കേണ്ടവർ തീരുമാനമെടുക്കും. അതൊരിക്കലും പ്രബന്ധമല്ല തീരുമാനമായി വരിക. ആ തീരുമാനം ആ പ്രബന്ധങ്ങളിൽ പറഞ്ഞത്, പരാമർശിച്ചത് പ്രമാണബന്ധിതമായി തീരുമാനിക്കും. അതുകൊണ്ട് പിന്നെ പ്രബന്ധത്തിന് വിരുദ്ധമാണ് തീരുമാനം വന്നത് എന്ന് ദയവ് ചെയ്ത് ആ രീതിയിലുള്ള പരാമർശം ഒരു സംഘടനയിലെ ഉത്തരവാദിത്തപ്പെട്ട ആള് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞതുകൊണ്ട് അത് ഉണ്ടാവാൻ പാടില്ലാത്തൊരു പരാമർശമാണ് എന്ന്. പിന്നെ AP-യുടെ കത്തും മറ്റൊക്കെ അതൊന്നും ഏതായാലും നമ്മുടെ വിഷയത്തിൽ ചർച്ച ചെയ്ത് എന്ത് ചെയ്യണ്ട, വിഷയത്തിൻ്റെ മർമ്മത്തിന്ന് പോകണ്ട. ഇപ്പോൾ എൻ്റെ വാദം വളരെ കൃത്യമാണ്. ഈ വാദം അദ്ദേഹത്തിന് വളരെ വ്യക്തമായി മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാദത്തോട് അദ്ദേഹത്തിന് വിയോജിപ്പുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ റിക്വസ്റ്റാണ് അതിൽ ഒരു ചെറിയൊരു ഭാഗം കൂടി, പദം കൂടി ചേർക്കണം. അതിനാൽ എന്നൊരു വാക്ക് ചേർക്കണമെന്നാണ്. അത് ചേർക്കണോ ചേർക്കേണ്ട എൻ്റെ സ്വാതന്ത്ര്യമാണ്. തീർച്ചയായിട്ടും താങ്കൾക്ക് ഇതിനോട് വിയോജിപ്പുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ആ വിയോജിപ്പ് എന്താണ്? ഇപ്പോൾ ഞാൻ ഒന്നും കൂടി ആവർത്തിക്കുകയാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് ഞാൻ ഇങ്ങനെ ഒരു പരാമർശം ഇതിൽ വെച്ചത് ബഹുമാന്യനായ ഫൈസൽ മുസ്ലിയാരുടെ ഈ വിഷയ സംബന്ധമായിട്ടുള്ള CD ഇതിനു മുമ്പ് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വേറെ പ്രസംഗങ്ങളും കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എഴുതിയ ഈ ഒന്നാമത്തെ ഭാഗത്തോട് അദ്ദേഹത്തിന് യോജിക്കാൻ കഴിയൂല എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. യോജിക്കാൻ അദ്ദേഹം യോജിക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ 2 CD-കളിലും അദ്ദേഹം നാട് നീളെ പ്രചരിപ്പിച്ചിട്ടുള്ള, അദ്ദേഹവും അദ്ദേഹത്തോടൊപ്പമുള്ള അനുയായികളും നാട് നീളെ പ്രചരിപ്പിച്ചിട്ടുള്ള ആ CD-യിൽ പറഞ്ഞ കാര്യത്തിന് വിരുദ്ധമാണ്. ഓക്കെ, ഏതായാലും അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് അവയുടെ കഴിവിൽപ്പെട്ടതോ അല്ലാത്തതോ ആയ കാര്യങ്ങൾ ചോദിക്കുന്നത്, അവരോട് സഹായം ചോദിക്കുന്നത് അത് ശിർക്കും ഹറാമുമാണ്. ഇത് തന്നെയാണ് എൻ്റെ വാദം. ഈ വാദം താങ്കൾക്ക് വിയോജിപ്പുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ താങ്കൾക്ക് ഉണ്ടാവേണ്ട വിയോജിപ്പ്, താങ്കളുടെ അഭിപ്രായം താങ്കൾക്ക് പറയാം. പക്ഷേ എങ്കിലും താങ്കൾക്കുണ്ടാവേണ്ട വിയോജിപ്പ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്ന്, അതിനോട് താങ്കൾക്ക് ഉണ്ടാവണം. അപ്പോഴേ ഉള്ളൂ ഞാൻ ഈ പിന്നെ എൻ്റെ വ്യവസ്ഥയോട് താങ്കൾക്ക് വിയോജിപ്പാവുള്ളൂ. അതുകൊണ്ട് അവർക്ക് കഴിവ് നൽകപ്പെട്ടതോ അല്ലാത്തതോ ആയ കാര്യങ്ങൾക്ക് അവരോട് സഹായം ചോദിക്കുന്നത് ശിർക്കാകുന്നതും ശിർക്കാകാത്തതും ഉണ്ട് എന്നാണ് താങ്കൾക്ക് എന്ത് ചെയ്യാം, താങ്കളുടെ വാദം അങ്ങനെ ചെയ്താം. എൻ്റെ വാദം ശിർക്കുമാണ്, ഹറാമുമാണ്. അതല്ല, താങ്കളുടെ വാദം ശിർക്കും അതിനാൽ ഹറാമുമാണ് എന്നാണ് താങ്കളുടെ വാദമെങ്കിൽ താങ്കൾക്ക് എന്ത് ചെയ്യാം, അങ്ങനെ എഴുതാം. അതല്ല, ശിർക്കാകുന്നതുമുണ്ട് ഹറാമാകുന്നതുമുണ്ട് എന്നാണ് താങ്കളുടെ വാദമെങ്കിൽ താങ്കൾക്ക് അങ്ങനെ എഴുതാം. ഞാൻ എൻ്റെ ഈ വാദത്തിൽ തന്നെ ഉറച്ച് നിൽക്കുന്നു. യഥാർത്ഥത്തിൽ നേരത്തെ ഞാൻ തന്നെ പറഞ്ഞു, എല്ലാ തീരുമാനം അറിയണം എന്നല്ല പറയുന്നത് എന്ന് പ്രത്യേകം പറഞ്ഞു. പിന്നെ CD കേട്ട പോലെ ഇതും കേട്ടെങ്കിൽ ഇതിന് പിന്നെ വിയോജിക്കാൻ നിവൃത്തില്ല. എൻ്റെ CD വിഷയമായി ഏത് കേട്ടാലും നിങ്ങൾ എഴുതിയ ആദ്യ വാചകത്തോട് വിയോജിക്കുന്ന ആളേ അല്ല എന്ന് എൻ്റെ CD-യിൽ നിന്ന് വളരെ വ്യക്തമാണ്. 3 CD-യാണ് പ്രധാനമായും ആ രംഗത്തിറങ്ങിയിട്ടുള്ളത്. ഒന്ന് വേങ്ങലിൽ ഞാൻ നടത്തിയ ചത്തപോത്തും യാ ഇബാദല്ലയും എന്ന ഒരു CD, മറ്റൊന്ന് സൂപ്പർ ബസാറിൽ നടത്തിയ പുഴയിൽ വീണ അക്രാനികളും കരകയറ്റുന്ന സലഫികളും എന്ന CD, മൂന്നാമത് ഒതായിൽ നടത്തിയ പരസ്യമായ ഒരു മുഖാമുഖം പാത്ര തൗഹീദ് വിവാദങ്ങളും വസ്തുക്കളും എന്ന CD, ഇപ്പോൾ 4ാമത് കരിമ്പില CD-യും ജിന്നുകളോട് ഇസ്തിഗാസയോ എന്ന പേരിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇൻഷാല്ലാ CD പറഞ്ഞ തൗഫീഖ് ഉണ്ടെങ്കിൽ ഇനിയും ഇറങ്ങും. അപ്പൊ ഏതായിരുന്നാലും ആ CD-യിലെല്ലാം
ആ 4 സീഡിലും ഒരേപോലെ പറഞ്ഞ കാര്യമാണ്, മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യമെന്നോ അഭൗതികമെന്നോ ജിന്നിനെ കുറിച്ച് പ്രയോഗിക്കൽ തെറ്റല്ല, അത് ശരി തന്നെയാണ് എന്ന് ഈ 4 സീഡിലും കാണാൻ കഴിയും. ഈ താങ്കൾ എന്തുകൊണ്ട് കേട്ടില്ല എന്നുള്ളത് എനിക്ക് പറയാൻ കഴിയില്ല. ഏതായിരുന്നാലും ഇവിടെ ജംഇയ്യത്തിൽ നടന്നത് എന്താണ് എന്ന് ബഹുമാന സുഹൃത്ത് മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അദ്ദേഹം KJU മെമ്പർ ആണോ എന്ന് എനിക്കറിയില്ല, അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോൾ 2 വിഭാഗത്തോടും പ്രബന്ധം ക്ഷണിക്കുന്ന രീതി പതിവുണ്ട്, ശരിയാണ്. ഇവിടെ അങ്ങനെ ക്ഷണിച്ച ഒരു പ്രബന്ധമല്ല യഥാർത്ഥത്തിൽ ഞാൻ അവതരിപ്പിച്ച പ്രബന്ധം. 2 വിഭാഗവും അവതരിപ്പിക്കാൻ പറഞ്ഞ് അതിൽ ഞാനൊന്ന് അവതരിപ്പിച്ചു, തിരിച്ച് മറ്റൊന്ന് അവതരിപ്പിച്ചു. അതുകൊണ്ട് എന്റെ പ്രബന്ധം സ്വീകരിക്കപ്പെട്ടില്ല എന്നല്ല ഇവിടെ പരാമർശിച്ചത്, അതല്ല നടന്നതും. മറിച്ച് അതെല്ലാം ആദ്യം കഴിഞ്ഞു പോയി. അത് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ 2 ഭാഗത്തും പ്രബന്ധം അവതരിപ്പിച്ചു, പ്രബന്ധം കൊണ്ടുപോയി കൊടുത്തു. പിന്നെ പ്രബന്ധം എന്തായി എന്നുള്ളത് അത് വാങ്ങിച്ചോൽക്കോ അറിയാം, കൊടുത്തോൽക്കോ അറിയാം, അത് മറ്റൊരു വിഷയം. ഏതായിരുന്നാലും പിന്നീട് ഈ വിഷയങ്ങൾ വീണ്ടും ചർച്ചയ്ക്ക് വരികയും 2011 ഡിസംബറിലെ ദൗറയിൽ വെച്ച് ഈ വിഷയം നമുക്കൊന്ന് പഠിക്കണം എന്ന് പറയുകയും അങ്ങനെ ആര് അവതരിപ്പിക്കുമെന്ന് ബഹുമാന്യനായ അബ്ദുറഹ്മാൻ സലഫി ചോദിക്കുകയും ഞാനത് സ്വയം ഏറ്റെടുക്കുകയും ഹനീഫ് കായക്കൂടി എൻ്റെ കൂടെ സഹായത്തിന് വേണമെന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ ഞാനും ഹനീഫ് കായക്കൂടിയും ഒന്നിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിലും എൻ്റെ സ്ഥാപനത്തിലുമെല്ലാമായി ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് ഞങ്ങൾ സമർപ്പിച്ച പ്രബന്ധം അത് KJU കൊടുത്തു. അതിൽ പിന്നീട് വിയോജിപ്പ് ഞങ്ങൾ അറിയിക്കുകയോ നിങ്ങൾ ആ അവതരിപ്പിച്ച പ്രബന്ധത്തിൽ തെറ്റുണ്ടെന്ന് പറയുകയോ ശരിയല്ല എന്ന് ഞങ്ങൾ അറിയിക്കുകയോ ഇനി അവിടെ തന്നെ പ്രബന്ധം അവതരിപ്പിച്ച് ചർച്ച നടന്നപ്പോൾ ആ ചർച്ചയിൽ പോലും അല്ലാത്തൊരഭിപ്രായം രേഖപ്പെടുത്തുകയോ ചെയ്തില്ല. പക്ഷെ പിന്നെ തീരുമാനം വന്നപ്പോൾ ഇതിനപ്പുറം തീരുമാനം വന്നു. അങ്ങനെയാകുമ്പോൾ സ്വാഭാവികമായും ആ പ്രബന്ധത്തിൽ ഒരു ചർച്ച നടന്നുകൊണ്ട് KJUവിന്റെ ഉത്തരവാദപ്പെട്ട ആളുകളൊക്കെ ചർച്ചയിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് ആയിരുന്നു ഒരു തീരുമാനം വരേണ്ടത്. തീരുമാനം പറയുന്നത് അതിന്റെ ഉത്തരവാദപ്പെട്ട ബോഡി തന്നെയാണ്. പക്ഷെ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് സാധാരണ തീരുമാനങ്ങളെല്ലാം വരാറുള്ളത് എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ നടപടിക്രമങ്ങൾ ഈ വിഷയത്തിൽ മാത്രം പാലിക്കപ്പെട്ടില്ല എന്നതാണ് ഞാൻ സൂചിപ്പിച്ചത്. അല്ലാതെ എന്റെ പ്രബന്ധമേ KJU തീരുമാനമാക്കാവൂ എന്ന് പറയാൻ ഞാൻ ആരാണ്? ഞാൻ ഒന്നുമല്ലല്ലോ. അതുകൊണ്ട് അതല്ല ഉദ്ദേശിച്ചത്. നാസസ്വരമെ തെറ്റിദ്ധരിച്ചെങ്കിൽ തിരുത്തണം. ഇനിയിപ്പോ ഏതായാലും ഏതു തരം സഹായം ചോദിക്കുന്നതും ഷിർക്കും ഹറാമുമാണ് എന്ന് എഴുതിയിട്ട് ഒരു അതിനാൽ എന്ന് ചേർക്കണം എന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമാണ് ചേർക്കും ചേർക്കാതിരിക്കണം. അപ്പൊ എന്റെ വാദം അതാണെങ്കിൽ എഴുതാമെന്ന് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ എന്റെ വാദം അതാണ് എഴുതി കഴിഞ്ഞാൽ ഷിർക്കും അതിനാൽ ഹറാമുമാണ് എന്ന് ഞാൻ എഴുതുകയും താങ്കൾ ഷിർക്കും ഹറാമുമാണ് എന്ന് എഴുതുകയും ചെയ്താൽ തത്വത്തിൽ ആ 2 വാദം പിന്നെ എന്താ വ്യത്യാസമുള്ളത്? അവന് വാദപ്പം നടക്കില്ലല്ലോ, പിന്നെ വാദപ്പം നടക്കുന്ന പ്രശ്നമില്ലല്ലോ. ഇനി അതല്ല, ഷിർക്കും അതിനാൽ ഹറാമുമാണെന്ന് ഞാൻ എഴുതുകയും ഷിർക്കും ഹറാമുമുണ്ട്, അപ്പൊ അതിനാലല്ല ഹറാമായത് എന്ന് ആണ് താങ്കളുടെ വാദവുമെങ്കിൽ അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാം? വാദപ്പം നടക്കുകയും ചെയ്യാം. അതുകൊണ്ട് ഷിർക്കും ഹറാമുമാണ് എന്ന് പറഞ്ഞിടത്ത് സ്വാഭാവികമായ ഒരു അവ്യക്തത, സ്വാഭാവികമായ എന്തോ ഒരു വളച്ചുകെട്ട് ഉണ്ട് എന്ന് തന്നെ പറയാതിരിക്കാൻ നിവൃത്തി ഇല്ല. അതിന്റെ താല്പര്യങ്ങൾ എന്താണ് എന്ന് ഞാൻ സൂചിപ്പിക്കുന്നില്ല. എന്തായിരുന്നാലും ഒരു അഭ്യർത്ഥനയാണ്. താങ്കൾ പറഞ്ഞു കഴിഞ്ഞു എല്ലാം ഷിർക്കാണ്, താങ്കൾ പറഞ്ഞു കഴിഞ്ഞു ഷിർക്കല്ലാത്ത ഒരു ചോദ്യവും ജിന്നിന്റെ വിഷയത്തിൽ ഇല്ല. കാരണം അദൃശ്യമാണ്, അഭൗതികമാണ്. അതുകൊണ്ട് അതിനോടുള്ള ഏത് ചോദ്യവും ഷിർക്കാണ് എന്ന് താങ്കൾ നേരത്തെ വിശദീകരിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ടും ഷിർക്കായത് കൊണ്ടാണല്ലോ ഹറാമാകുന്നത്. പിന്നെ അത് പറയാൻ എന്താ പ്രയാസമുള്ളത്? അപ്പൊ ഷിർക്കും അതിനാൽ ഹറാമുമാണ് എന്ന് താങ്കൾ എഴുതുകയാണെങ്കിൽ സ്വാഭാവികമായും ഷിർക്കായതുണ്ട്, ഷിർക്കല്ലാത്തതുണ്ടോ, ഇനി അല്ലാത്തുണ്ടെങ്കിൽ എന്താണ്, എങ്ങനെയാണ്, അത് വ്യക്തമാക്കിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് എന്റെ വാദം ഞാൻ അതിന്റെ പ്രതിവാദമായി ഞാനും എഴുതാം. അപ്പൊ അതുകൊണ്ട് ഷിർക്കും ഹറാമുമാണ് എന്ന് പറഞ്ഞ ഉദ്ദേശം താങ്കൾ വ്യക്തമാക്കി. ആ ഉദ്ദേശം കൂടി വ്യക്തമാകാവുന്ന രൂപത്തിൽ ആ വാചകം ഒന്നുകൂടി മാറ്റിയിട്ട് ഷിർക്കും അതിനാൽ ഹറാമുമാണ് എന്ന് എഴുതണം എന്നാണ് ആവശ്യപ്പെട്ടത്. താങ്കളുടെ അഭിപ്രായം പിന്നെ സ്വീകരിക്കുന്നു. അപ്പോൾ ഏതായാലും പിന്നെ ഈ വിഷയത്തിൽ കൂടുതൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറഞ്ഞു പോകുന്നതിൽ എന്തല്ല ഒരു സുഖമില്ലാത്ത സംഗതിയാണ്. ഏതായാലും പിന്നെ ഞാൻ അദ്ദേഹം ഇവിടെ പരാമർശിച്ച വിഷയത്തിലേക്കൊന്നും തൽക്കാലം ഇനിയൊരു പ്രതികരണം പറയുന്നില്ല. കാരണം പ്രതികരണം പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അദ്ദേഹം വീണ്ടും പ്രതികരണം പറയും, അപ്പോൾ ഞാനും പ്രതികരണം പറയും. അതൊരു സുഖകരമായ ഒന്നല്ല. ഏതായാലും ജമിയത്തുൽ ഉലമ ഈ വിഷയത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട് എന്നത് മുജാഹിദുകളായ ആളുകളൊക്കെ അംഗീകരിക്കുന്ന ഒരു സംഗതിയാണ് എന്ന് സൂചിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ വീണ്ടും അദ്ദേഹം ഒരു റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ഷിർക്കും അതിനാൽ ഹറാമുമാണ് എന്ന് അതിനാൽ എന്ന് ചേർക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതിൽ താങ്കൾ സൂചിപ്പിച്ച ശരിയാണ്. ഞാൻ ആ ഒരു പദത്തിൽ ഒരു ചെറിയ
പിന്നെ മനസ്സിൽ ഒന്ന് ഉദ്ദേശിച്ചു, മറ്റൊന്ന് പറഞ്ഞു. ഷിർക്കുമല്ല, അല്ലെങ്കിൽ പിന്നെ ഷിർക്കും അതിനാൽ ഹറാമുമല്ല, അതൊരു വിരുദ്ധമായിട്ടുള്ള സൂചനയായിരിക്കും താങ്കൾ ഉദ്ദേശിച്ചത് എന്നർത്ഥത്തിലാണ്. ഏതായാലും എന്തല്ല, അതൊരു വിഷയമല്ല. ശരി, അപ്പോൾ ഈ ഒരു സംവാദം നടക്കണം, ഇത് നടക്കുകയാണ് ആവശ്യം. അതുകൊണ്ടാണ് ഈ കോഴിച്ചിറയിലുള്ള പ്രവർത്തകർ അതിനുവേണ്ടി സമയവും സമ്പത്തും ഒക്കെ ചെലവഴിച്ച് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. തന്നെയല്ല, ഈ വിഷയത്തിലുള്ള സംവാദം നടന്നെങ്കിലേ ഉള്ളൂ ഇപ്പോൾ കേരളത്തിൽ ഉടനീളം നടന്നുകൊണ്ടിരിക്കുന്ന ഈ തെറ്റിദ്ധരിപ്പിക്കലുകൾക്ക് ഒരു അന്ത്യം ഇതിലൂടെ ഇൻഷാ അല്ലാഹ് ഉണ്ടാകും. അതുണ്ടാവണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. അതുകൊണ്ട് ഞാൻ എൻ്റെ വാദത്തിൽ ഒരു ചെറിയ മാറ്റം വരുത്തുകയാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് അവയുടെ കഴിവിൽപ്പെട്ടതോ അല്ലാത്തതോ ആയ കാര്യങ്ങൾക്ക് അവരോട് സഹായം ചോദിക്കുന്നത് ഷിർക്കാണ്. ഇത് പ്രമാണബന്ധവുമാണ്. ഇനി താങ്കൾക്ക് എന്ത് ചെയ്യാം, അതിനെ സംബന്ധിച്ച് പറയാം. അവിടെ ഷിർക്കിന്റെ കൂടെ ഹറാമ് കൂട്ടിച്ചേർത്തു എന്നാണല്ലോ വലിയ പ്രശ്നം. അതായത് അപ്പൊ ഹറാമ് കൂട്ടിച്ചേർത്തിട്ടില്ലെങ്കിലും അത് ഹറാം തന്നെയാണ്, അതിൽ യാതൊരു പ്രശ്നമല്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അവയോട് സഹായം ചോദിക്കുന്നത് ഷിർക്കാണ്, ഇത് പ്രമാണബന്ധവുമാണ്. ഇതിനോട് താങ്കൾക്ക് വിയോജിപ്പുണ്ടാവും, ഉണ്ടാവണം. എന്തെങ്കിലും ഇല്ലെങ്കിലും താങ്കൾ രേഖപ്പെടുത്തുക. എന്നിട്ട് രണ്ടു കൂട്ടരും എളുപ്പം വ്യവസ്ഥ എഴുതിയിട്ട് ഇനി ആവശ്യമില്ലാത്ത സംസാരങ്ങളിലേക്ക് സ്വാഭാവികമായിട്ടും താങ്കൾ പറഞ്ഞാൽ എനിക്കും മറുപടി പറയേണ്ടി വരും, ഞാൻ പറയുമ്പോൾ താങ്കളും പറയും. അതെന്തല്ല, പിന്നെ നമ്മൾക്ക് രണ്ടുപേരുടെയും വ്യക്തിത്വത്തിന് അത് യോജിച്ചതല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ വാദത്തിൽ ഈ പറഞ്ഞതുപോലെ ഞാൻ മാറ്റം വരുത്തുന്നു. താങ്കൾക്ക് പ്രതികരണം അറിയിക്കാം. ആ പ്രതികരണം അനുസരിച്ച് അടുത്തതിലേക്ക് നീങ്ങും. ശരി, ഇപ്പോൾ അവ്യക്തത പൂർണ്ണമായും മാറി. ഹറാമമാണ് എന്ന പദം നേരത്തെ എഴുതിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഇത്രയും സമയം നമുക്ക് ലാഭിക്കാമായിരുന്നു. ആ ഒറ്റ പദം എഴുതിയതുകൊണ്ടാണ് ഈ സമയം കംപ്ലീറ്റ് നഷ്ടപ്പെട്ടത്. ഏതായിരുന്നാലും വളരെ അത്യാവശ്യമുള്ള കുറെ കാര്യങ്ങൾ ഇടയ്ക്ക് നമുക്ക് പറയാൻ കഴിഞ്ഞു. ആവശ്യമുള്ളതേ പറഞ്ഞിട്ടുള്ളൂ, അല്ല അത്യാവശ്യമുള്ളതേ പറഞ്ഞിട്ടുള്ളൂ. ആവശ്യമുള്ളത് പറയുകയാണെങ്കിൽ ഇനിയും ഒരുപാട് പറയേണ്ടതുണ്ട്. ഏതായിരുന്നാലും ശരി, ഈ വാദത്തിൽ വിയോജിപ്പുണ്ട്. അതുകൊണ്ട് എൻ്റെ വാദം ഇൻഷാ അല്ലാഹ് ഞാൻ ഇതിൻ്റെ ഒരു പ്രതിവാദമായി രേഖപ്പെടുത്തിയിട്ട് തരാം. ശേഷം നമുക്കതിൽ ചർച്ച ചെയ്യാം. ബഹുമാന്യനായ നാസർ സുല്ലമിയുടെ വാദത്തിന് ഖണ്ഡനമായി എൻ്റെ വാദം ഈ രൂപത്തിൽ ഞാൻ മാറ്റിയെഴുതുന്നു. മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് മനുഷ്യർ നടത്തുന്ന സഹായാർത്ഥനകളിൽ ഷിർക്കായതും വസിയത്തു ഷിർക്കായവയും ഉണ്ട്. അതിനാൽ എല്ലാം ഹറാമാകുന്നു. മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് മനുഷ്യൻ നടത്തുന്ന സഹായാർത്ഥനകളിൽ ഷിർക്കായതും വസിയത്തു ഷിർക്കായവയും ഉണ്ട്. അതിനാൽ എല്ലാം ഹറാമാകുന്നു. അപ്പോൾ രണ്ടു കൂട്ടരും എൻ്റെ വാദം ഞാൻ രേഖപ്പെടുത്തി, ഫൈസൽ മുസ്ലിയാരുടെ വാദം ഫൈസൽ മുസ്ലിയാരും രേഖപ്പെടുത്തി. അങ്ങനെ അതെ, ആ ശരി. അപ്പോൾ ഇനി അതിൻ്റെ അടുത്ത ഭാഗത്തേക്ക് എന്ത് ചെയ്യാം? അപ്പോൾ അതിൽ പിന്നെ ഇനി അടുത്ത് കാണേണ്ടത് ദിവസം മാർച്ച് മാസത്തിൽ SSLC പരീക്ഷയാണ്. അതുകൊണ്ട് അധികവും മൈക്ക് പെർമിഷൻ കിട്ടാത്തത് കൊണ്ട് ഞായറാഴ്ച എനിക്ക് തോന്നുന്നത് നല്ലതാണ്. എന്നാൽ ഇവിടുത്തെ ആളുകളുടെയും ആവശ്യങ്ങൾ നോക്കി മാർച്ച് 10-ന് ശേഷം 12-ന് ശേഷം ഒരു ഞായറാഴ്ച നിങ്ങൾ ഇപ്പോൾ ഇവിടുന്ന് കാണുകയാണെങ്കിൽ രണ്ടു കൂട്ടർക്കും അതിന് സഹകരിച്ച് മുന്നോട്ട് പോകും. പൊതുവിൽ നിൽക്കുന്ന പ്രസംഗങ്ങളാണ് എപ്പോഴാണെങ്കിലും സമയം കിട്ടുന്നതാണ്. ഞായറാഴ്ച ആണെങ്കിൽ ഇവർക്ക് ഈ പ്രദേശത്തുകാർ പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ അതാണ് ഞായറാഴ്ച. ഇതാണെങ്കിൽ നടത്തുന്നവരും 12 അപ്പൊ 11-12 എന്നതിന്റെ ഉദ്ദേശം ഞായറാഴ്ച നോക്കിക്കാണ്. 17 ഞാൻ പാലക്കാട് 17 ഞായറാഴ്ച അല്ലാത്ത അത് വേണ്ട. പ്രധാനപ്പെട്ട ഒരു വിഷയം
നമ്മള് ഇവിടുത്തെ ശ്രോതാക്കളുടെ ഇതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണ്ട. കാരണം ശ്രോതാക്കൾക്ക് ഈ പരിപാടി ഏതായാലും 2 വോട്ടും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നേരിട്ട് ബൈലക്സിലൂടെ എന്ത് ചെയ്യാം, വിടാം. അങ്ങനെയൊക്കെ പല രീതിയിൽ പല മാർഗമുണ്ട് അവർക്ക് കേൾക്കാൻ. അപ്പം അതുകൊണ്ട് ആ ഒരു കാരണത്താൽ എന്ത് ചെയ്യണ്ട. ഞാൻ 13-ാം തീയതി എനിക്കൊരു വിദേശമുണ്ട്. 13-ാം തീയതി മാർച്ച് 13 എനിക്കൊരു ഔട്ട് ഓഫ് ഉണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ 11 അല്ലെങ്കിൽ 12. മാർച്ച് അതിന് മുമ്പ് ഒരൊറ്റ ഡേറ്റും ഇല്ല. ഇന്നിപ്പോ ഇരുത്തം പരിപാടി ഒഴിവാക്കിച്ചിട്ടാണ് ഇരിക്കുന്നത്. രാത്രി പരിപാടി കണ്ണൂർ ജില്ലയിലാണ്. 11 ആക്കാം. ആ 11 ആക്കാം. 11 ആക്കാം. ഓക്കെ 11 ആക്കാം. എപ്പോ രാവിലെ 8 മണിക്കാ? അല്ല രാവിലെ 8 മണിക്കൊന്നും ആവില്ല. ഇതിനിപ്പോ അല്ല ഇത്ര അധികം സമയം വേണം. അപ്പൊ അത് അല്ല ചിലപ്പല്ല നമ്മൾ ആ ടൈം ഇപ്പൊ തന്നെ തീരുമാനിക്കും. നമ്മൾ ടൈം ഇത്ര മണിക്ക് തുടങ്ങാം, ഇത്ര സമയം വിഷയാവതരണം, ഇത്ര സമയം ചോദ്യോത്തരം. അത് ആ ടൈം കഴിഞ്ഞാൽ എന്ത് ചെയ്തു കഴിഞ്ഞു. അതങ്ങനെ അനന്തമായിട്ട് നീണ്ടുപോകുന്നൊരു ചർച്ചയല്ലല്ലോ ഇപ്പത്. നമ്മള് മാർച്ച് 11 ഇതുപോലെ ഉച്ചക്ക് ശേഷം, കാരണം എന്താ 10-ാം തീയതി രാവിലെ തുടങ്ങാം. 10-ാം തീയതി പ്രോഫ്കോൺ കഴിഞ്ഞാൽ രാത്രി 10-11 മണി കഴിഞ്ഞാൽ അത് പോട്ടെ. അത് 2 കൂട്ടർക്ക് വിട്ടാൽ നമ്മളെ സംബന്ധിച്ച് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ 2 കൂട്ടർക്കൊന്നുമില്ല. അത് വൈകുന്നേരം പ്രോഗ്രാം ഉണ്ട്. വൈകുന്നേരം രാത്രി പ്രോഗ്രാം ഉണ്ട്. അപ്പൊ നമുക്കൊരു 6 മണിക്കെങ്കിലും അന്ന് വാരണാക്കരയാണ് ദൂരം. അപ്പൊ ഇന്ത്യൻ നാണയത്തിനെ സംബന്ധിച്ചിടത്തോളം 10-ാം തീയതി രാത്രി വരെ സംഘടനയുടെ ഔദ്യോഗികമായ പരിപാടിയുണ്ട്. അതിലേറെ അപ്പൊ അതുകൊണ്ട് തന്നെ സംഘടനയുടെ ഔദ്യോഗിക പരിപാടി ഉള്ളതുകൊണ്ട് തന്നെ അതിനെന്ത് ചെയ്യാൻ കഴിയൂല, വരാൻ കഴിയൂല. അപ്പൊ അതുകൊണ്ട് 11-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം ഇന്ന് നമ്മൾ കൂടുന്ന പോലെ നമുക്ക് 2-3 എത്ര മണിക്കൂർ വേണം? അല്ല ഏത് സംവാദമാണ് ഇപ്പോൾ കേരളത്തില് ആദ്യത്തിൽ നടക്കുന്ന സംവാദം? എന്തായിരുന്നാലും ഒരു മിനിറ്റ്. ഇന്നലെ ഞാനും സാഹിത്യ പള്ളിയും കൂടെ ഒരു സംവാദം ഉണ്ടായി ഇതേ വിഷയത്തിൽ തന്നെ. അത് രാവിലെ 9:30 മണിക്ക് തുടങ്ങിയിട്ട് വൈകുന്നേരം 5:30ക്കാണ് അവസാനിക്കുന്നത്. അപ്പൊ രാവിലെ തുടങ്ങിയത് കൊണ്ട് വെച്ചാൽ അത് വൈകുന്നേരം വരെ നീട്ടിക്കൊണ്ടുപോകാൻ കഴിഞ്ഞു. ഇനി അതല്ല നമ്മൾ രാവിലെ തുടങ്ങി ഇത് ഇനിയിപ്പോ നിങ്ങൾ 8 അല്ല 10 മണിക്കൂർ ചർച്ച ചെയ്തു എന്നാ തീരുമോ? അതല്ല. അപ്പൊ ഇവിടെ വിഷയസംബന്ധമായി കാര്യങ്ങൾ പറയാനുള്ള സമയം വേണം. അത്രേ വേണ്ടുള്ളൂ. അതിലപ്പുറം എന്ത് ചെയ്യണമെന്നില്ല. ഒരു നീണ്ട സമയം പ്രായോഗികമല്ല. ഏത് സുന്നികളായിട്ടാണെങ്കിലും മടവൂരികളായിട്ടാണെങ്കിലും ഏത് വിഭാഗമായിട്ടാണെങ്കിലും ഒരു സംവാദത്തിന് അതിൻ്റെതായ ഒരു പരിമിതമായ സമയമുണ്ട്. അതിലപ്പുറം എന്തില്ല, സമയത്തിന് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഒരു മിനിറ്റ്. അതായത് ഇപ്പൊ നമ്മൾ ഈ വ്യവസ്ഥ എഴുതാൻ വേണ്ടി വളരെ ലളിതമായ രൂപത്തിലൊരു ചർച്ച നടന്നു. ഏകദേശം 1.5 മണിക്കൂർ എടുത്തു. ഏകദേശം 1.5 മണിക്കൂർ ഈ ചർച്ചയ്ക്ക് മാത്രം എടുത്തു. ഞാൻ പറഞ്ഞത് ഈ വിഷയം നമ്മൾക്കിത് സാധാരണ ജനങ്ങൾക്കിടയിൽ ഇത് വ്യക്തമാകുന്ന രൂപത്തിലുള്ള ചർച്ച നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല. ഒരു കാര്യം അവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ ഒരു 10 ചോദ്യങ്ങൾ ഓരോ ഭാഗത്തുനിന്ന് ചോദിക്കുന്ന അവസരം അത് ഈ വിഷയം പഠിക്കാനുള്ള ഓക്കെ. അത് നമുക്ക് ചർച്ച ചെയ്ത് അത് പ്രയാസം ഇല്ലെങ്കിൽ നമുക്ക് നോക്കാം. അപ്പൊ ഇന്നലെ ഒരു മിനിറ്റ്, ഇന്നലെ ഞങ്ങൾ നടന്ന സംഭവത്തിന്റെ ഒരു രീതി പറയാം. അത് നമുക്ക് അല്ല, എന്നാലും അതിൽ പരസ്പരമുള്ള ചോദ്യോത്തരം ഉണ്ടായിരുന്നു. അതിനുശേഷം സദസ്സിൽ നിന്ന് 1, 2, 3 ചോദ്യങ്ങൾക്കുള്ള അവസരം കൂടി ഉണ്ടായിരുന്നു. നമുക്ക് ആവശ്യമെങ്കിൽ അത് വെക്കാം, ഇല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കാം. ഇന്നലെ ഉണ്ടായതെന്ന് പറഞ്ഞാൽ
ഇതേപോലത്തെ ഒരു വ്യവസ്ഥ എഴുതിയത് കൊണ്ടല്ല, രണ്ട് വിഭാഗം എന്ന് പറഞ്ഞുകൂടാ. എന്നാൽ കാര്യങ്ങൾ നമ്മൾ ഐതലിന്റെ വീട്ടിൽ വെച്ചിട്ട് അവന് ആ ഓഡിയൻസും ചോദിച്ചു. നമ്മളിപ്പോൾ ഇത് ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ല. ഒരു പ്രശ്നം പരമാവധി എങ്ങനെ വിഷയം അവതരിപ്പിക്കാം, അത് 1 മണിക്കൂറോ 30 മിനിറ്റോ എന്ന് തീരുമാനിക്കുകയും അതിൻ്റെ ശേഷം ആദ്യം വിഷയം അവതരിപ്പിക്കുന്ന ആളിൽ നിന്ന് മറുകക്ഷി ചോദിക്കുകയും അത് എത്ര മിനിറ്റ് നമ്മൾ ചോദിച്ച് എത്ര മിനിറ്റ് ഉത്തരം എന്ന് കണ്ട് അതിനുശേഷം വേണമെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ഒരു സെഷൻ മറുകക്ഷി വിഷയം അവതരിപ്പിക്കുകയും എന്നിട്ട് അതിൽ നിന്ന് ആദ്യം ഉത്തരം പറഞ്ഞ കക്ഷി ചോദിക്കുകയും രണ്ടാമത് ആദ്യം ചോദിച്ച കക്ഷി ഉത്തരം ചെയ്യുന്ന രൂപത്തിൽ സാധാരണ ചെയ്യാറുള്ളത് പോലെയാണ് നല്ലത്. അതിൻ്റെ ശേഷം ഒരു 10 മിനിറ്റ് വേണമെങ്കിൽ 2 ആളുകൾക്കും 2 വിഭാഗത്തിനും അങ്ങനെയാണെങ്കിൽ ഒരു കൺക്ലൂഷൻ, അത് നമുക്ക് നറുക്കെടുപ്പിലൂടെ സാധാരണ ഇവിടെ നടക്കാറുള്ളതാണ്. അതിന് ഇപ്പോഴായിട്ട് തർക്കം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ സമയവും കാര്യവും വൈകുള്ളൂ. ഇപ്പം നേരത്തെ ഇപ്പോൾ ഇവിടെ പറഞ്ഞ മാതിരി ഇതിപ്പം 5 മിനിറ്റ് അവനവൻ്റെ വാദം പറയേണ്ടതേ ഉള്ളൂ. ആ വാദത്തിന് തന്നെ ഇത്ര സമയം നമുക്ക് പിടിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ സാങ്കേതികത്വം ഇങ്ങനെ നമ്മളിപ്പോൾ ജമിയത്തുൽമ പറഞ്ഞു എന്ന് പറയുമ്പോൾ വേറൊന്നതെല്ലാം തോന്നും, അതങ്ങനെ ഉണ്ടാവും, സ്വാഭാവികമായിട്ടുണ്ടാവും. ഉണ്ടാവില്ല എന്നുള്ളതല്ല. നമ്മളത് കൊണ്ട് ഒരു മാറ്റി തിരുത്തി എന്നുള്ള നിലക്കല്ല പറഞ്ഞു. നമ്മളൊരു അഭിപ്രായം നമ്മൾ പറയേണ്ടി വരും, അത് മറുകക്ഷിക്കും പറയാൻ അവകാശം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമ്മൾ സമയം നിശ്ചയിക്കുക. 1/2 മണിക്കൂറാണെങ്കിൽ 1/2 മണിക്കൂർ വിഷയം അവതരിപ്പിക്കുക, മറുകക്ഷി അതിൽ നിന്ന് ചോദിക്കുക, ആ വിഷയം അവതരിപ്പിച്ച കക്ഷി ഉത്തരം പറയുക. ഉച്ചയ്ക്ക് ശേഷം അതേപോലെ തന്നെ ആദ്യം വിഷയം അവതരിപ്പിച്ച കക്ഷി അല്ലാതെ ചോദ്യം ചോദിച്ച കക്ഷി വിഷയം ധരിപ്പിക്കുക. നേരത്തെ ആള് ചോദ്യം ചോദിച്ച് മറുകക്ഷി മറുപടി പറയുക. അതിന് എത്ര സമയം വേണം, ഒരു ചോദ്യത്തിന് എത്ര സമയം വേണം, ഉത്തരത്തിന് എത്ര സമയം വേണം എന്ന് ഇപ്പോൾ എഴുതി വ്യവസ്ഥാപിതമായി കഴിഞ്ഞാൽ അവസാനം അതിൻ്റെ കൺക്ലൂഷൻ ഒന്നുകിൽ 10 അല്ലെങ്കിൽ 15 എത്രയാണോ നമ്മൾ ഇവിടുന്ന് തീരുമാനിക്കുന്ന ഒരു രൂപമുണ്ടായാൽ അതാണ് ഇവിടെ സാധാരണ എല്ലാ വാദപ്രതിവാദങ്ങളിലും ഉണ്ടാകാറുള്ളത്. അത് അവലംബിച്ചാൽ മതി. അതിനെന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാം. അതിൽ യാതൊരു വിയോജിപ്പില്ല, അങ്ങനെ തന്നെ വേണ്ടത്. അതിനുശേഷം ഇവർക്ക് അവസരം വേണമെന്ന് ഓല് പറഞ്ഞപ്പോ അത് വേണോ വേണ്ട ചർച്ചയെടുപ്പ് വന്നത്. മറ്റെന്തെന്നാലും നാണേജിക്ക് നമ്മൾക്കൊക്കെ അറിയാം, ഒരുപാട് സംഭവത്തിൽ നാണേജി മധ്യസ്ഥ ഇരുന്നതാണ്. അതാർക്കും വിയോജിപ്പില്ല. ഇന്നത്തെ ചർച്ചയും വ്യവസ്ഥ തയ്യാറാക്കി ഉണ്ടാക്കി തന്നെയാണ്. ഇതെല്ലാം മുൻകൂട്ടി എഴുതി തയ്യാറാക്കി ഉണ്ടാക്കിയ ചർച്ച തന്നെയാണ് ഇന്നലെ നടന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് പിന്നെ ഇവിടെ നാണിയാജി പറഞ്ഞതുപോലെ അങ്ങനെ ഒരു അഭിപ്രായം ഇവിടുത്തെ പ്രവർത്തകർക്ക് ഉണ്ടെങ്കിൽ അത് മറ്റൊരു സന്ദർഭത്തിലേക്ക് മാറ്റിവെക്കാം. ഇവിടെ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യം തന്നെയാണ്. ഇപ്പം ഞാൻ വൈസൽ ഹുസൈനോട് ചോദിക്കുക, മറുഭാഗത്തെ പ്രവർത്തകർ ചോദിക്കണ തന്നെയാണ് വൈസൽ ഹുസൈൻ എന്നോടും ചോദിക്കുക. അതിലപ്പുറമുള്ള ചോദ്യം ഒന്നും ഇപ്പോൾ ഏതായാലും പ്രവർത്തകരത്ത് ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ എന്ത് ചെയ്യട്ടെ, അത് 2 കൂട്ടർക്കും എന്ത് ചെയ്യാം, അതിനുള്ള അവസരങ്ങൾ അവർക്ക് ഉണ്ടാക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിലെനിക്ക് പിന്നെ ഇതിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ വാദം 2 കൂട്ടരും തിരിച്ചു. പക്ഷെ ഇനി കാണേണ്ടത് സമയം കാണുന്നതിന് മുമ്പ് നമ്മളെ ഈ വാദം തെളിയിക്കാനുള്ള പ്രമാണങ്ങൾ എഴുതണം. അതിന് ശേഷമാണ് മറ്റു കാര്യങ്ങളിലേക്ക് വരേണ്ടത്. പ്രമാണം തർക്കിക്കേണ്ട കാര്യമില്ല. വിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസും. ഇനി വേണമെങ്കിൽ ഇജ്മാഉം ഖിയാസും എഴുതണമെങ്കിൽ എഴുതാം, എഴുതാനും എഴുതില്ലെങ്കിലും അത് അനുബന്ധ പ്രമാണങ്ങളാണല്ലോ. 4 എഴുതാം. അതല്ലെങ്കിൽ വിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസും എന്ന് മാത്രം എഴുതിയാൽ മതിയെങ്കിൽ അങ്ങനെയും എഴുതാം. വിശുദ്ധ ഖുർആനും സഹിയായ ഹദീസും ഇജ്മാ ഖിയാസ് ഇതിൽ എഴുതണമെന്നില്ല. കാരണം ഇത് വിശ്വാസപരമായി സ്ഥിരപ്പെട്ട ഇജ്മാ. പക്ഷെ അതേസമയം ഖുർആനും ഹദീസും സലഫുകളുടെ മൻഹജ് പ്രകാരം സംശയമില്ലല്ലോ. അല്ല, അനുബന്ധം അത് വേണം. ആ സംശയം തീർന്നപ്പോഴാണ് നിങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. അതൊന്നും അത് ഐക്കൊന്നും പോകണ്ട മുസ്ലിയാരെ, ഐക്കൊന്നും പോകണ്ട. അതൊന്നും നമ്മൾ വിഷയമല്ല. കുറച്ച് 2 കൊല്ലം 4 കൊല്ലം അപ്പുറത്ത് പോയാൽ മതി. അപ്പൊ ആ വാക്ക് നേരെ സ്വന്തത്തിലേക്ക് മടങ്ങും. ശരിയല്ലേ? അപ്പൊ അതുകൊണ്ട് ഐക്കൊന്നും പോകണ്ട. ഒരു 3-4 കൊല്ലം കൂടി അങ്ങോട്ട് പോയാല് പിന്നെ മുസ്ലിംകൾക്ക് പാരമ്പര്യം ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് വരും. അല്ല, പിന്നെ ഇപ്പൊ ഇവിടെ പറഞ്ഞത് സഹിയായ ഹദീസ് എന്നാണ്. ആയിക്കോട്ടെ. അല്ല, ഞാൻ പറഞ്ഞത് വിഷയം പെണിഞ്ഞു കിടക്കുന്നത് ലഹീബായ ഹദീസിലാണ്. അല്ല, അത് നിങ്ങളല്ല ഇപ്പൊ തീരുമാനിക്കട്ടെ. അത് മധ്യസ്ഥന്മാരല്ല. സാധാരണക്കാർക്ക് ഇവിടെ വാദം കഴിഞ്ഞു. ഇപ്പോ ഈ വാദങ്ങൾ സ്ഥാപിക്കാനുള്ള ലോകത്ത് നിലനിൽക്കുന്ന എല്ലാ മുസ്ലിം സംഘടനകളുടെയും പ്രമാണം ഖുർആനും ഹദീസുമാണ്. സ്വഹീഹ് ഹദീസ് തന്നെ അവർ പറയുന്നത്. ലൈഫായ ഹദീസ് പ്രമാണമായിട്ട് എന്ത് ചെയ്യുന്നില്ല, ആരും അംഗീകരിക്കുന്നില്ല. പക്ഷേ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വ്യതിരിക്തത ഖുർആനും ഹദീസും മനസ്സിലാക്കുന്നത് മൻഹജ് സലഫ് അനുസരിച്ചാണ്. അതുകൊണ്ട് അതെന്ത് ചെയ്യണം, നമ്മുടെ വാദപ്രതിവാദത്തിന്റെ പിന്നെ സംവാദത്തിന്റെ ഈ
പിന്നെ പ്രമാണത്തിൽ രേഖപ്പെടുത്തണം. ഒന്ന് ഇത് ഞങ്ങളെല്ലാം പറയേണ്ടതെന്ന് പറയാൻ നിങ്ങൾക്ക് അധികാരമില്ല. കാരണം ഞങ്ങൾ മധ്യസ്ഥരാണ്. നിങ്ങൾക്ക് സ്വീകരിക്കാം സ്വീകരിക്കാതിരിക്കാം, അതുള്ളൂ. ഞാൻ പറഞ്ഞത് ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിലുള്ള ആകെയുള്ള ചർച്ച ഈ പ്രദേശത്തുള്ളവർക്കും ഉള്ള സംശയം അതായിരിക്കും. ഈ ഒരു ലൈഫായ ഹദീസുമേലാണ് നമ്മൾ കെട്ടിപ്പിണഞ്ഞു കിടക്കുന്നത്. അത് ഈ ചർച്ചയ്ക്ക് വരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. യാ ഇബാദുള്ള ഈനുനി എന്നുള്ള ഹദീസ്. അസ്സലാമു അലൈക്കും. നമ്മളിവിടെ വിഷയം എന്താണെന്ന് കൃത്യമായി എഴുതി കഴിഞ്ഞു. ഇന്ന വിഷയത്തിലാണ് സംവാദം നടത്തുന്നതെന്ന് ആ വിഷയം ഇവിടെ തീരുമാനിച്ചു കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ വിഷയത്തിനെ പറ്റിയിട്ട് ഞാൻ ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസം അതിൽ വേണ്ട. പിന്നെ പ്രമാണങ്ങൾ കൊണ്ടുവരുമ്പം ഒരുത്തന് സയ്യല്ലാത്ത തോന്നുന്നു വെച്ചവന് പറഞ്ഞോട്ടെ, അതിനെന്താ തരാറ്? ഒരുത്തന് സയ്യായതാ തോന്നുന്നത് പറയാൻ തോന്നുന്നു വെച്ചാൽ അത് പറയട്ടെ. സഹിയല്ല എന്ന് തെളിയിക്കേണ്ടത്. പക്ഷെ സാധാരണഗതിയിൽ ഖുർആനും സഹിയായ ഹദീസും മറ്റ് കാര്യങ്ങളിൽ ഇപ്പം നേരത്തെ നാസർ സുല്ലമി പറയുകയും അതേപോലെ തന്നെ ഫൈസൽ മുസ്ലിയാർ അംഗീകരിക്കുകയും ചെയ്ത സലഫ് സാലിഹിന്റെ മാർഗം അല്ലെങ്കിൽ സലഫ് മൻഹജ് സലഫ് അനുസരിച്ച് എന്ന് വേണമെങ്കിൽ എഴുതാം. അതിലൊന്നും ഇപ്പം വേറെ കാര്യത്തിനുള്ളതല്ലല്ലോ. നേരത്തെ ഇപ്പം ഇത് പറഞ്ഞ മാതിരി കാര്യം മനസ്സിലാക്കി ഇങ്ങോട്ട് വന്ന് നോക്കും ഇവിടെ മോശാന്നുണ്ടോ തിരിച്ചു പോകാൻ പറ്റൂല. ഇവിടെ തന്നെ കാര്യം പറയണല്ലോ. അല്ല, ഇവിടെ മോശമാണെന്ന് ആർക്കും ബോധ്യപ്പെട്ടില്ല. ഇവിടെ നല്ലതാണെന്ന് ബോധ്യപ്പെട്ടാണ്. ചില ആളുകൾക്ക് അത് നാക്കിൽ വന്ന പിഴയാണ്. അത് തിരുത്തി കുഴപ്പമില്ല, ഞാൻ പറഞ്ഞാണ് ശരി. കാരണം വെച്ചാൽ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെ മറ്റൊരു ചാമ കഴിച്ച് അടങ്ങാറായിട്ട് വന്നു. ഇവിടെ ചാമപ്പത്തേര് പറഞ്ഞു. ഇവിടെ എന്താന്ന് വെച്ചാൽ അവിടെ മറ്റേത് അടങ്ങാറായി വന്നു. ഇവിടെ ഉള്ളവരും മറ്റൊരുത്തൊക്കെ പോകണം എന്നുള്ള നിരക്കാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇങ്ങനെ ഒരു വകതിരിവുള്ളതാണ് ഇതിലെ നല്ലതും ചീത്തയും തിരിച്ചറിയാൻ അവസരം കിട്ടിയത്. അങ്ങനെ അതിലെ നല്ലതും ചീത്തയും മനസ്സിലായപ്പോൾ ആ നല്ലതിലേക്കാണ് ഞാൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ എന്തില്ല, യാതൊരു കുറ്റബോധമല്ല, തിരിച്ചുകൊണ്ട് ആവശ്യമല്ല. ശരി, ഏതാവട്ടെ, അതൊന്നും നമ്മളെ വിഷയമായിട്ട് ബന്ധപ്പെട്ടതല്ലല്ലോ. അപ്പോൾ വാദം എഴുതി ഖുർആനും സഹീഹായ ഹദീസും സലഫുകളുടെ മൻഹജ് അനുസരിച്ച് അല്ലെങ്കിൽ സലഫി മൻഹജ് അനുസരിച്ച്. ഇനി നമ്മൾ നേരത്തെ 10 മണിക്ക് ചെറിയൊരു നിങ്ങൾ പിന്നെ ഇപ്പം ചർച്ച ചെയ്യേണ്ടത്, സ്വാഭാവികമായും ഈ വിഷയം ചർച്ചയ്ക്ക് വരുമ്പോൾ നമ്മുടെ പ്രസിദ്ധീകരണങ്ങളും പുസ്തകങ്ങളും സ്വാഭാവികമായും അതിൽ വരേണ്ടി വരും. പ്രമാണം ഖുർആനും സഹദീസുമാണ്. പക്ഷെ നമ്മൾ മലയാളത്തിലുള്ള ഒരു പദം, ഒരു വാദമാണ് മലയാള ഭാഷയിൽ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ അദൃശ്യം, അഭൗതികം തുടങ്ങിയ പദപ്രയോഗങ്ങളൊക്കെ മലയാള വാക്കായതുകൊണ്ട് നാം അത് ഇത്രയും കാലം എങ്ങനെ പ്രയോഗിച്ചു, നമ്മുടെ പുസ്തകങ്ങളും പുസ്തകങ്ങളും എങ്ങനെ വന്നു, നമ്മുടെ അമാനിമൊഴി ഖുർആൻ പരിഭാഷ എങ്ങനെ പ്രയോഗിച്ചു, ഇതെല്ലാം സ്വാഭാവികമായും ചർച്ചയിൽ കടന്നു വരും. അപ്പം അതുകൊണ്ട് രണ്ട് ഭാഗത്തു നിന്നും അത്തരം പുസ്തകങ്ങൾ കൂടി വായിക്കാവുന്നതാണ് എന്നുകൂടി അതിൽ രേഖപ്പെടുത്തണം എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. നിങ്ങളുടെ അഭിപ്രായത്തോട് പിന്നെ അഭിപ്രായത്തെ ചോദ്യം ചെയ്യാനുള്ള അധികാരം എനിക്കില്ല. പക്ഷെ അതേസമയം അതെ, എൻ്റെ അഭിപ്രായം പറയാനുള്ള അധികാരമുണ്ട്. ഓക്കെ, ഏത് വാദപ്രതിവാദത്തിലും പ്രമാണം എഴുതുമ്പോൾ ഇസ്ലാമിക രീതിയിൽ ഒരു കാര്യം സ്ഥാപിക്കാനുള്ള പ്രമാണം ഖുർആനും ഹദീസുമാണ്. പിന്നീട് ആ വാദപ്രതിവാദത്തിൽ അവർ ഉപയോഗിക്കുന്നത് എന്തോന്നുള്ളത് വേറെ. അതേസമയത്ത് ഒരു ഇസ്ലാമികമായ ഒരു വിഷയം തീരുമാനിക്കുമ്പോൾ ആ തീരുമാനത്തിന്റെ പ്രമാണത്തിൽ എന്തെഴുതൂല, ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ എന്ന് എഴുതൂല. കാരണം എന്തല്ല, അത് ദൈവികമല്ല. ഇവിടെ ഇസ്ലാമികമായ ഒരു കാര്യം തീരുമാനിക്കപ്പെടണമെങ്കിൽ അതിന് എന്തിന്റെ പിൻബലം വേണ്ടത്? ഖുർആനിന്റെയും ഹദീസിന്റെയും സഹിയായ ഹദീസിന്റെയും പിൻബലമാണ്. അതുകൊണ്ട് തന്നെ പ്രമാണം എഴുതുമ്പോൾ അങ്ങനെ തന്നെ എഴുതാം. അതേസമയത്ത് ഓരോരുത്തർക്കും നിശ്ചയിക്കപ്പെട്ട സമയത്ത് ആ സമയത്ത് എന്ത് ചെയ്യാം, അവർക്ക് ഉപയോഗിക്കുന്ന ആ സമയം എങ്ങനെ അവർക്ക് ഉപയോഗിക്കാം, അത് വേറെ കാര്യം. അതല്ലാതെ പ്രമാണത്തിൽ എന്തെഴുതൂല. കാരണം മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രസിദ്ധീകരണം മുജാഹിദ് പ്രസ്ഥാനത്തിന് പ്രമാണമല്ല. അല്ല, അതെ, നമ്മൾ ആരിറക്കിയാലും ഔദ്യോഗികമായി ഇറക്കിയതാണെങ്കിലും ശരി, അനൗദ്യോഗികമായി ഇറക്കിയതാണെങ്കിലും ശരി, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രസിദ്ധീകരണം ഈ പ്രസ്ഥാനത്തിന്റെ പ്രമാണമായി മുജാഹിദുകൾ ഇന്നുവരെ എന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു വാദപ്രതിവാദത്തിൽ ഒരു വാദം തെളിയിക്കാനുള്ള പ്രമാണം എഴുതുമ്പോൾ ആ എഴുത്തിൽ വേണ്ടത് എന്താണ്? ഖുർആനും സഹിയായ ഹദീസും. അതിന് മൻഹജ് സലഫുകളുടെ മൻഹജ് അനുസരിച്ച് എന്ന ഒരു ഭാഗം ചേർക്കുന്നത് ഖുർആനും ഹദീസും അതിൻ്റെ യഥാർത്ഥ ആശയത്തിൽ നിന്ന് തെറ്റിമാറ്റി ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു.
അതുകൊണ്ടാണ് ആ ഒരു ഭാഗം അതിലെന്ത് ചെയ്യുന്നത്, ചേർക്കുന്നത് നമ്മൾ. അതല്ലാതെ ആനുകാലികങ്ങൾ വായിക്കലോ വായിക്കാതിരിക്കലോ അത് വേറെ കാര്യം, മനസ്സിലായില്ലേ? അതെന്ത് ചെയ്യൂല, ഒരു പ്രമാണമായിട്ട് എഴുതൂല. കാരണം മുജാഹിദ് പ്രസ്ഥാനം എന്ത് ചെയ്തില്ല, ആനുകാലികം പ്രമാണമായിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് തന്നെയാണ് ഞാനും പറഞ്ഞത്, പ്രമാണം ഖുർആനും സ്വഹീഹ് ഹദീസും തന്നെ. പക്ഷെ സംവാദത്തിൽ നമുക്ക് ആവശ്യത്തിന് പ്രസിദ്ധീകൾ വായിക്കാം. ഇത് പറയാൻ കാരണം നാണയജിക്കറിയാം, നമ്മൾ പല സംവാദങ്ങളിലും ചിലപ്പോൾ എഴുതാറുണ്ട് ആനുകാലിക പ്രസിദ്ധീകൾ വായിക്കാവതല്ല, എഴുതാറുണ്ട്, വായിക്കാമെന്ന് എഴുതാറുണ്ട്. ഇത് പ്രത്യേകം പറയാൻ കാരണം നമ്മൾ സംവാദത്തിൽ ഒരു വായിക്കുമ്പോൾ അത് വായിക്കാൻ പാടില്ല എന്ന ഒരു അഭിപ്രായം എൻ്റെ ഭാഗത്തു നിന്നോ താങ്കളുടെ ഭാഗത്തു നിന്നോ വരാനുള്ള പഴുതില്ലാതിരിക്കാൻ വേണ്ടിയാണ് അത് പ്രത്യേകം പറഞ്ഞത്. രേഖപ്പെടുത്തണമെന്നില്ല, നമ്മൾ ധാരണയായാൽ മതി, വായിക്കുന്നതിന് തടസ്സമില്ല. ഇത് താങ്കളും പറഞ്ഞു, ഞാനും അംഗീകരിക്കുന്നു. എങ്കിൽ പ്രത്യേകം രേഖപ്പെടുത്തണമെന്നില്ല. പ്രമാണം തർക്കമേ ഇല്ല, വിശുദ്ധ ഖുർആനും സ്വഹീഹ് ഹദീസും തന്നെ. കാരണം നമ്മളാണല്ലോ സമുദായത്തെ പഠിപ്പിച്ചത്. അതിനപ്പുറം ആര് പറഞ്ഞാലും അത് സ്വീകാര്യമല്ല എന്ന് ഈ സമൂഹത്തെ പഠിപ്പിച്ചവർ നമ്മളാണ്. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും പിന്നെ ഇത് പ്രമാണമാവോ ഇല്ലേ എന്ന ചർച്ച തന്നെ ഉണ്ടാകുന്ന പ്രശ്നമില്ല എന്നത് പ്രത്യേകം ഊന്നി പറയാം. അതാണ്, അത്ര മതി, അതിന്റെ ആവശ്യമുള്ളൂ. അല്ലാതെ അത് എഴുതി വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്താണെങ്കിലും മറുകക്ഷി അംഗീകരിക്കുന്നതാണ് ഈ ഭാഗത്തുള്ള ആളുകൾ എടുത്തു കാണിക്കുക, സ്വാഭാവികമായിട്ടുണ്ടാവുക. ഇതാണ് ഉണ്ടാവാറുള്ളത്. സ്വന്തം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സുന്നികളുമായിട്ട് വാദപ്രതിവാദം നടത്തുമ്പോൾ സുന്നികളുടെ പുസ്തകത്തിൽ പോലും അതുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി സുന്നി പുസ്തകങ്ങൾ എടുക്കുകയും അവരുടെ കിതാബുകൾ എടുക്കുകയും ചെയ്യുന്നു. അതല്ലേ നിങ്ങൾ ഉദ്ദേശിക്കണുള്ളൂ. അത് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല, അംഗീകരിക്കേണ്ട ആവശ്യമില്ല. അത് പ്രായോഗികമാണ്. അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള നിലക്കാണ് നമ്മളത് വാദമായി കൊണ്ടുവരുന്നത്. അല്ലാത്തല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇത് വേണമെങ്കിൽ ചെയ്യാതിരിക്കാം. അത് നമ്മൾ ഇതിൽ ഒരു നിലക്കും അംഗീകാരവും വേണ്ട, അതിന് അംഗീകരിക്കാതിരിക്കുകയും വേണ്ട, സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ലേ? ഇനി 10 മണിക്ക് തുടങ്ങാം. സ്ഥലം അതെ. ഇനി സംവാദത്തിൽ പങ്കെടുക്കാം. എത്ര പേര് വേണം? പണ്ഡിതന്മാർ എന്ന നിലക്കാണെങ്കിൽ നാം ഇപ്പോൾ ഈ കൈമാറിയ കത്ത് പ്രകാരം ഞാനും നാസർ സുല്ലമിയും മാത്രം മതി. അതേ ഉണ്ടാകാവൂ എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ എഴുതി തയ്യാറായി കത്ത് അങ്ങനെയാണ്, വെല്ലുവിളിച്ചങ്ങനെയാണ്. എഴുത്തിൽ തന്നെ കക്കാട് കരമ്പിൽ വെച്ച് നടന്ന ഫൈസൽ മുസ്ലിയാരുടെ വിശദീകരണ പരിപാടിയിൽ വെച്ച് കോഴിച്ചേന KNM യൂണിറ്റിലെ പ്രവർത്തകനായ മുഹമ്മദ് എന്ന ബാപ്പുട്ടി വ്യക്തിപരമായി ഫൈസൽ മുസ്ലിയാരോട് താങ്കൾക്കും നാസർ സുല്ലമിക്കും ഒരുമിച്ചിരുന്ന് ചർച്ച നടത്താൻ വേദി ഒരുക്കിയാൽ താങ്കൾ ചർച്ചയ്ക്ക് തയ്യാറാകുമോ എന്ന് ചോദിക്കുകയും ഫൈസൽ മുസ്ലിയാർ അതിന് തയ്യാറാണെന്ന് സമ്മതിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ എന്നാണ്. അപ്പൊ പിന്നെ അതിന് പണ്ഡിതന്മാരിന് വേണോ വേണ്ട ചർച്ചകളുടെ പ്രസക്തിയില്ല. അത് എഴുതിക്കഴിഞ്ഞു. ഫൈസൽ മുസ്ലിയാരും നാസർ സുല്ലമിയും തമ്മിൽ വ്യക്തിപരമായിട്ടാണ് എന്ന് പ്രത്യേകം എഴുതിക്കഴിഞ്ഞു. അതിൽ ഇങ്ങനത്തെ ഒരു അവസരം ഉണ്ടാക്കാൻ വേണ്ടി കോഴിച്ചേന യൂണിറ്റിനെ അദ്ദേഹം സമീപിച്ചു. അവരത് സഹകരിച്ചു. അതാണ് ശേഷം പറഞ്ഞത്. അടിസ്ഥാനത്തിൽ കോഴിച്ചേന ശാഖ KNM പ്രവർത്തകരുമായി ബാപ്പുട്ടി ബന്ധപ്പെടുകയും സഹകരണം ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പൊ ബാപ്പുട്ടിയാണ് ഇതിന്റെ ഒന്നാമത്തെ ആള്. അദ്ദേഹം എന്നോട് വന്ന് ചോദിച്ചു, നാസർ സുല്ലമിയുമായി വ്യക്തിപരമായി താങ്കൾക്ക് ചർച്ചയ്ക്ക് ഒരുക്കമുണ്ടോ? ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അത് താങ്കൾ അദ്ദേഹത്തെ അറിയിച്ചു. അദ്ദേഹം തയ്യാറാണ് എന്ന് പറഞ്ഞു. അത് പ്രകാരം അദ്ദേഹം കോഴിച്ചേന യൂണിറ്റോട് എനിക്ക് ഈ വിഷയത്തിൽ നിങ്ങൾ സഹകരിക്കണമെന്ന് പറഞ്ഞു. അവർ സഹകരിച്ചു. അങ്ങനെയാണ് ഈ കത്ത് കോഴിച്ചേന യൂണിറ്റിന്റെ എത്രപ്പേരിൽ വരുന്നത്. അതുകൊണ്ട് പിന്നെ ഇനി അതിലൊരു ചർച്ചയ്ക്ക് പ്രസക്തിയില്ല. ഞാനും നാസർ സുല്ലമിയും തമ്മിലുള്ള ചർച്ചയാണ് ഈ കത്തിൽ പറഞ്ഞത് തന്നെ. അതുകൊണ്ട് നമ്മളെന്താവും തമ്മിൽ തന്നെയാണ് ചർച്ച നടക്കേണ്ടത്. ശ്രോതാക്കൾ ആര് വേണം അത് കോഴിച്ചേന യൂണിറ്റ് തീരുമാനിച്ചോട്ടെ. അവർക്ക് ആ സ്വാതന്ത്ര്യം കൊടുക്കണം. ഇതിൽ പ്രത്യേകം പറഞ്ഞിട്ടുമുണ്ട്, ആര് പങ്കെടുക്കണമെന്ന്. കോഴിച്ചേന യൂണിറ്റിലെ പ്രവർത്തകന്മാർക്ക് മാത്രമേ പങ്കെടുക്കാൻ ഉണ്ടായിരിക്കുള്ളൂ എന്ന് കത്തിൽ വന്നിട്ടുണ്ട്. അതിന് മാറ്റം വേണോ വേണ്ടേ അവർക്ക് തീരുമാനിക്കാം. മറ്റേ വിഷയത്തിൽ ഒരു ചർച്ചയ്ക്ക് തന്നെ പ്രസക്തി ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ ഏതായാലും ഈ സംവാദം ഞാനും ഫൈസൽ മുസ്ലിയാരും തമ്മിലുള്ള ഒരു വ്യക്തിപരമായ മത്സരമല്ല, ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള മതപരമായ കാര്യങ്ങൾ, അതിലെ സത്യാസത്യങ്ങൾ എന്ന് വിവച്ഛേദിക്കാനുള്ള ഒരവസരമാണ്. അതുകൊണ്ട് തന്നെ വാദപ്രതിവാദം, വിഷയം അവതരിപ്പിക്കുന്നതും സംസാരിക്കുന്നതുമൊക്കെ ഞാനും ഫൈസൽ മുസ്ലിയാരും തന്നെയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിതാബുകൾ എടുക്കാനും കുറിപ്പുകൾ ആക്കാനൊക്കെ എനിക്ക് 2 സഹായികളുടെ ആവശ്യമുണ്ട്. വാദപ്രതിവാദം, വിഷയം സംസാരിക്കുന്നതും മറുപടി പറയുന്നതും വിഷയം അവതരിപ്പിക്കുന്നതും കൺക്ലൂഷൻ നടത്തുന്നതും ചോദ്യം ചോദിക്കുന്നതും ഒക്കെ ഫൈസൽ മുസ്ലിയാരോട് ഞാൻ തന്നെയായിരിക്കും. അതേസമയം എനിക്ക് പിന്നെ കിതാബ് എടുക്കാൻ
നോട്ട് ചെയ്യാൻ അതിന് സഹായകമായി 2 പേരുടെ സഹായം എനിക്ക് ആവശ്യമാണ്. കാരണം ഇതൊരു പരസ്പരം വാക്പയറ്റല്ല. വാക്പയറ്റാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ വിഷയം മാറ്റി വെച്ചിട്ട് അള്ളാന്റെ പേരിലാക്കണമെന്നില്ല. അല്ലാത്ത വിഷയത്തിൽ എന്ത് ചെയ്യാം, ഫൈസൽ മുസ്ലിയാർക്കും എനിക്കും വാക്പയറ്റ് നടത്താം, അതിന് യാതൊരു കുഴപ്പമില്ല. തന്നെയല്ല, ഏതൊരു സംവാദത്തിലും ഇങ്ങനെ ഒരു ഏകാംഗ മത്സരം എന്ന നിലക്ക് എന്ത് ചെയ്യാറില്ല, ഒരു വ്യവസ്ഥ വെക്കാറില്ല. ഇതിലിപ്പോ ആകെ ഉള്ളത്, ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാപ്പുട്ടി എന്ന് പറയുന്ന ആള് ഫൈസൽ മുസ്ലിയാരോട് ചോദിച്ചപ്പോ നാസർ സുല്ലമിയായിട്ട് സംസാരിക്കാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ച ഒരു ഓപ്ഷനാണുള്ളത്. അത് അദ്ദേഹം ചോദിച്ച അങ്ങനെ തന്നെ ആയിരിക്കും, അതിൽ യാതൊരു സംശയമല്ല. അദ്ദേഹം എന്നോട് സംസാരിച്ചപ്പോഴും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഫൈസൽ മുസ്ലിയാരോട് സംസാരിക്കാൻ ഞാൻ ഒറ്റയ്ക്ക് മതി. അതേസമയം എനിക്ക് എൻ്റെ പുസ്തകങ്ങളും അതേപോലെ തന്നെ കിതാബുകളും എടുക്കാൻ ചിലപ്പോൾ ആളുകളുടെ ആവശ്യം വരും. അത് ഇങ്ങനെ പറഞ്ഞത്, അത് വ്യവസ്ഥ തയ്യാറാക്കുന്ന സമയത്ത് തീരുമാനിക്കും എന്നുള്ളത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് എന്ത് വേണം, 2 സഹായികൾ ആവശ്യമാണ്. ഫൈസൽ മുസ്ലിയാർക്ക് ആവശ്യമില്ലെങ്കിൽ വേണ്ട, ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, താങ്കൾക്ക് എടുക്കാം, അത് താങ്കളുടെ സ്വാതന്ത്ര്യം. അതേസമയം വിഷയം സംസാരിക്കുന്നത് അത് താങ്കളുമായിട്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെ ആയിരിക്കും. അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇവിടെ യഥാർത്ഥത്തിൽ KNMO KJUO ഔദ്യോഗികമായി സംഘടിപ്പിക്കുന്ന ഒരു ചർച്ചയോ സംസാരമോ അല്ല, തീർത്തും വ്യക്തിപരമായ ഒരു സംസാരം തന്നെയാണ്. അതുകൊണ്ട് തന്നെ എന്നോട് ഇദ്ദേഹം ഈ വിഷയത്തിൽ താങ്കൾ വ്യക്തിപരമായ ചർച്ചയ്ക്ക് തയ്യാറുണ്ടോ എന്ന് ചോദിക്കുകയും 100% തയ്യാറാണ് എന്ന് ആ പരിപാടിയിൽ വെച്ച് പ്രഖ്യാപിക്കുകയുമാണ് ഉണ്ടായത്. അത് അവിടുന്ന് മാത്രമല്ല, മറ്റു പല സ്ഥലത്തും ആ ഒരു ആവശ്യവുമായി പലരും ചോദിച്ചിട്ടുണ്ട്. അവിടെ എല്ലാം തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടുമുണ്ട്. പിന്നെ കിതാബ് എടുത്തു കൊടുക്കാൻ ആള് വേണമെന്ന സമ്മതമാണെങ്കിൽ താങ്കളെ കിതാബ് ഞാൻ തന്നാൽ മതിയല്ലോ. കിതാബോടെ കൊണ്ടുവച്ച കിതാബേ ഉണ്ടാവുള്ളൂ. ഏതായാലും ഈ വിഷയത്തിലേക്ക് സഹായകമായി കൊണ്ടുവരുന്ന കിതാബല്ലേ ഉണ്ടാവുള്ളൂ. അത് വേണമെങ്കിൽ സഹായിക്കാൻ ഞാൻ തയ്യാറാണ്, താങ്കൾ എടുത്തതല്ലോ വേണ്ടി. അതുകൊണ്ട് അങ്ങനത്തെ ഒരു രീതി ആവശ്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല, ഇപ്പൊ ഇന്നലെ ഞങ്ങൾ തമ്മിൽ ചർച്ച നടന്നു. ഞങ്ങൾ രണ്ടാളും മാത്രമാണ്, കിതാബ് എടുക്കാനും ആളില്ല, എടുത്തു കൊടുക്കാനും ആളില്ല, ഒന്നിനും ആളില്ല. ശ്രോതാക്കളുണ്ട്, അവരവിടെ ഇരുന്ന് കേട്ടു എന്നല്ലാതെ. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് അതിൽ ഒരിക്കലും ഒരു സഹായിയുടെ ആവശ്യമില്ല. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ആവശ്യം ഉന്നയിക്കുന്നത് ന്യായമല്ല എന്ന് തോന്നുന്നു. ഏതായിരുന്നാലും അതിൽ ഒരു ന്യായമായ വഴിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലേക്ക് അത് എത്താം. അപ്പോ ഏതായാലും കിതാബ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫൈസൽ മുസ്ലിയാരുടെ ഔദാര്യം, വിശാല മനസ്സിന് നന്ദി. ഏതായാലും തൽക്കാലം ഇതിലേതായാലും ഇത് വേണ്ട. അതേ സമയത്ത് ഒരു സംവാദം നടക്കുന്ന സമയത്ത് സംസാരിക്കുന്ന ആൾക്ക് ഒരു ഹെൽപ്പിന് ഒരാൾ വേണം എന്ന് ആവശ്യപ്പെടുന്നത് എന്തല്ല, ഒരിക്കലും അന്യായമല്ല. ഏതായാലും കൂടെ ആരെങ്കിലൊക്കെ ഇരിക്കുന്നത് ഫൈസൽ മുസ്ലിയാർക്ക് എന്തോ ഒരു വേണ്ടാത്ത ചിന്ത ഉണ്ടോ, ഏതായാലും ഉണ്ടാവില്ല. കാരണം മൂപ്പര് ഭയങ്കര പ്രാപ്തനാണ് എന്ന് തന്നെയാണ്. അതൊക്കെ ഏതായാലും ഇൻഷാ അല്ലാഹ് നമുക്ക് വഴിയെ ആ സമയത്തങ്ങ് പിന്നെ ബോധ്യപ്പെട്ടുകൊള്ളും. അതെന്തോ ആവട്ടെ. ഏതായാലും ഔദ്യോഗികമല്ല, വ്യക്തിപരമാണ് ഈ ചർച്ച എന്നതിനോട് 100% എനിക്ക് വിയോജിപ്പെട്ടു. കാരണം എന്നോട് ഈ ചർച്ചയ്ക്ക് വേണ്ടി, സംവാദത്തിന് വേണ്ടി വാപ്പുട്ടി സംസാരിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ വാക്ക്, ഈ ചർച്ച ഒന്നെങ്കിൽ KNMന്റെ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ, അതല്ലെങ്കിൽ KNM മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ. ഔദ്യോഗികമല്ല എന്നതെന്തല്ല, ശരിയല്ല. ഔദ്യോഗികമായതുകൊണ്ടാണ് ഇത്തരം ഒരു സംവാദത്തിന് KNMന്റെ ലെറ്റർ ഹെഡിൽ ഞാൻ ഒപ്പിട്ട് കൊടുത്തത്. തന്നെയല്ല, ഈ യൂണിറ്റിന്റെ ചർച്ച നടത്തി യൂണിറ്റിന്റെ അറിവോടുകൂടി, മണ്ഡലത്തിന്റെ അറിവോടുകൂടി മാത്രമേ ഇത്തരം ഒരു ചർച്ചയ്ക്ക് ഞാൻ വരികയുള്ളൂ എന്നറിയിക്കുകയും അദ്ദേഹം അത് സമ്മതിക്കുകയും ചെയ്തു. അതോടൊപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രവർത്തിക്കുന്ന സംഘടനയിലെ നേതൃത്വത്തിന്റെ അറിവോട് കൂടി മാത്രമേ, സമ്മതത്തോടു കൂടി മാത്രമേ ഞാൻ ഇത്തരം ഒരു സംവാദത്തിന് വരികയുള്ളൂ. കാരണം കേരള ജമിയത്തുൽ ഉലമ തീരുമാനമെടുത്ത വിഷയത്തിൽ അതിനെ അനുകൂലിക്കുന്നവരുമായി പിന്നെ ചർച്ച നടത്തേണ്ട ആവശ്യമില്ല. അതിന് വിയോജിപ്പ് പ്രകടമായി രേഖപ്പെടുത്തിയ ആളുകളോടാണ് ഈ വിഷയത്തിൽ എന്ത് ചെയ്യുന്നത്, ചർച്ച ഉള്ളത്. ആ ചർച്ചയാണ് ഇപ്പോൾ ഇവിടെ നടക്കുകയും ചെയ്യുന്നത്. തന്നെയല്ല, നേരത്തെ ബഹുമാനനായ ഫൈസൽ മുസ്ലിയാര് എൻ്റെ മെമ്പർഷിപ്പിനൊക്കെ കുറിച്ച് ചോദിച്ചു. അതൊന്നും ഏതായാലും ഒരു പണ്ഡിതന് യോജിച്ചതല്ല. ഓരോരുത്തരുടെയും മെമ്പർഷിപ്പൊക്കെ ഉണ്ടോ എന്നറിയേണ്ടതും അത് പരസ്യമായി ചോദിക്കുന്നതൊക്കെ, പ്രത്യേകിച്ചും ഫൈസൽ മുസ്ലിയാരെ പോലെ ഒരാൾക്ക് എന്തല്ല, അത് ഭൂഷണമല്ല. ഇവിടെ ഞാൻ KJUയിൽ മെമ്പറാണോ അല്ലേ എന്നുള്ളത് എന്ത് ചെയ്യണമെന്നില്ല,
ഫൈസൽ മുസ്ലിയാരോട് എനിക്ക് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. അതേസമയം ഒരു കാര്യം എനിക്ക് വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റും. ഞാൻ ഇത്തരം ഒരു സംവാദത്തിന് കേരള ജമിയത്തുൽ ഉലമയുടെ ഔദ്യോഗികമായ അറിയിപ്പോടും കേരള ജമിയത്തുൽ ഉലമയുടെ കത്തോടു കൂടി തന്നെയാണ് വന്നിട്ടുള്ളത്. അതല്ലാതെ അനൗദ്യോഗികമല്ല ഞാൻ വന്നിട്ടുള്ളത്. തന്നെയുമല്ല, താങ്കൾ എത്ര പറഞ്ഞാലും ഞാനും KJU ആണ്, ഞാനും അതിൽ മെമ്പറാണ് എന്ന് എത്ര പറഞ്ഞാലും ശരി, ഒരു സംഘടന എന്ന നിലക്ക് ആ സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ താങ്കൾ അടക്കമുള്ള ആളുകളെ പ്രഭാഷണ പരിപാടികൾക്ക് സംഘടനയുടെ ആദർശപരമായ നിലപാടുകൾക്ക് വിരുദ്ധമായി പ്രസംഗിക്കുന്ന ആള് എന്ന നിലക്ക് താങ്കളെപ്പോലെയുള്ളവരുടെ പ്രസംഗത്തിന് വിളിക്കാൻ പാടില്ല എന്ന് കേരള നദുവത്തുൽ മുജാഹിദീൻ കൃത്യമായ സർക്കുലർ അതിന്റെ സംഘടനാ ചാനലുകളിലൂടെ പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ നിലക്ക് തന്നെയാണ് ഞാൻ സംഘടനയുടെ അനുവാദത്തോടെ താങ്കളോട് ചർച്ചയ്ക്ക് വന്നിട്ടുള്ളത്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഔദ്യോഗികം തന്നെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്നെ സംബന്ധിച്ച് ഒരു സംവാദത്തിന് പിന്നെ സഹായികളായി 2 പേര് ആവശ്യമാണ്. താങ്കൾക്ക് ആളുകൾ ആവശ്യമില്ലെങ്കിൽ എന്ത് ചെയ്യാം, താങ്കൾക്ക് ഒറ്റയ്ക്ക് തന്നെ മതി. അതിന് യാതൊരു വിരോധവും. താങ്കൾ 2 പേരെ കൂടെ കൊണ്ടുവരണം എന്ന് എനിക്ക് നിർബന്ധമല്ല. താങ്കൾക്ക് അത് പിന്നെ സ്വാതന്ത്ര്യം. ഏതായാലും വ്യക്തിപരമായിട്ട് എന്ന് പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞുകൂടെ. ഈ കത്തിൽ പറഞ്ഞതാണ് ഫൈസൽ മുസ്ലിയാരുടെ വിശദീകരണ പരിപാടിയിൽ വെച്ച് കോഴിച്ചന KNM യൂണിറ്റിലെ പ്രവർത്തകനായ മുഹമ്മദ് എന്ന ബാപ്പുട്ടി വ്യക്തിപരമായി എന്ന ആ കത്തിൽ തന്നെ എഴുതിയില്ല, എന്റെ വക പറഞ്ഞതല്ല. അപ്പൊ ഇനി അത് പോരാ എന്നാണെങ്കിൽ ഒക്കെ കുഴപ്പമില്ല. പിന്നെ ഞങ്ങളൊക്കെ പ്രസംഗിക്കാൻ വിളിക്കാൻ പാടില്ല എന്ന് സർക്കുലർ വന്നിട്ടുണ്ടെന്നാ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സർക്കുലർ പലതും ഇനിയും വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് സർക്കുലർ അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. എത്രപ്പോഴും സീലും ആരുടെയാണോ കയ്യിലുള്ളത് അതങ്ങനെ അയച്ചുകൊണ്ടേയിരിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആ സർക്കുലറൊക്കെ KNM ആണോ KJU ആണോ എന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് നേരത്തെ പറഞ്ഞപ്പോൾ നമ്മൾ ഉറപ്പായി ഇനിയും സർക്കുലർ വന്നുകൊണ്ടേയിരിക്കും എന്ന കാര്യം തീർച്ചയാണ്. ശരി, ഏതായിരുന്നാലും 2 ആള് സഹായി വേണം എന്ന് പറഞ്ഞപ്പോ അതിൽ വിയോജിപ്പ് രേഖപ്പെടുത്താൻ കാരണം പലപ്പോഴും സഹായിയായി വരികയും പിന്നെ സുഗമമായ നമ്മുടെ മുമ്പോട്ടുള്ള ചർച്ചയ്ക്ക് അത് തടസ്സമായി മാറുകയും അവർ ഇടപെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് താങ്കൾക്ക് അങ്ങനെ സഹായി അനിവാര്യമാണെങ്കിൽ കൂട്ടാൻ പാടില്ല എന്ന് പറയാൻ എനിക്കൊരിക്കലും പറ്റില്ലല്ലോ. താങ്കൾ സഹായി ഉണ്ടായാലേ കഴിയൂ എന്നാണെങ്കിൽ ന്യായമായും അത് അംഗീകരിക്കേണ്ട ആവശ്യം തന്നെയാണ്. പക്ഷെ ആ സഹായികൾ നമ്മുടെ സംവാദത്തിന്റെ സുഗമമായ മുമ്പോട്ടുള്ള പോക്കിന് തടസ്സമാവുകയോ ഇടപെടുകയോ ചെയ്യുന്ന രീതി ഉണ്ടാകുന്നില്ല എന്ന ഒരു ഉറപ്പ് നമുക്കത് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് എന്നേ ഉള്ളൂ. അല്ലാതെ ഒരാൾക്ക് ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് കിതാബ് എടുക്കാൻ ആള് വേണം, സഹായിക്കാൻ ആള് വേണം എന്ന് പറ്റില്ല, നിങ്ങളെ സഹായിക്കാൻ ആള് വേണ്ട എന്ന് പറയാൻ എനിക്കതൊരു വകുപ്പില്ല. അതുകൊണ്ട് താങ്കളുടെ ആ ഒരു ആവശ്യം ഞാൻ മാനിക്കുന്നു. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ വിഷയത്തിൽ നമ്മൾ 2 പേരും ഇന്ന് വ്യാപകമായി എല്ലാ പ്രദേശങ്ങളിലും സംസാരിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അവിടെയൊക്കെ സഹായികൾ ഇല്ലാതെ തന്നെയാണ് ഞാൻ താങ്കളും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിന് മാത്രം എനിക്ക് സഹായം ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് എന്നുള്ള ഭയം നേടാൻ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. താങ്കൾക്ക് അങ്ങനെ ആവശ്യമെങ്കിൽ കൂട്ടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് വകുപ്പില്ല, താങ്കൾ കൂട്ടാം. പക്ഷെ ആ സഹായികൾ നമ്മുടെ സംവാദത്തിന് സുഗമമായ മുമ്പോട്ടുള്ള പോക്കിന് തടസ്സമാവില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അതിന് പറ്റാവുന്ന വാചകങ്ങൾ എന്താണോ എഴുതി ചേർക്കണമെങ്കിൽ അത് എഴുതി ചേർക്കണം എന്നാണ് മധ്യസ്ഥന്മാരോട് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായും ബഹുമാന്യനായ ഫൈസൽ മുസ്ലിയാർ അദ്ദേഹം അവസാനം സൂചിപ്പിച്ച ന്യായമാണ്. നമ്മുടെ സംവാദത്തിന് തടസ്സമാകുന്ന രീതിയിൽ ഉള്ള ആളുകൾ ആവാൻ പാടില്ല. അത് ന്യായം തന്നെയാണ്. അതോടൊപ്പം താങ്കൾ ഇപ്പൊ ഈ കത്തില് ബാപ്പുട്ടി വ്യക്തിപരമായി ഫൈസൽ മുസ്ലിയാരോട്, അത് മാത്രമാണ് അതിൽ വ്യക്തിപരം. അഥവാ താങ്കളോട് താങ്കൾ നടത്തിയ പരിപാടിയിൽ ബാപ്പുട്ടി ചോദിച്ചു, അത് വ്യക്തിപരാണ്. അതല്ലാതെ ഈ ചർച്ചയ്ക്ക് വേണ്ടി വ്യവസ്ഥ തയ്യാറാക്കലും ഈ സംവാദം നടക്കലും അത് വ്യക്തിപരല്ല. ആണ് എങ്കിൽ എന്ത് ചെയ്യൂല, ഈ ഒരു ലെറ്റർ ഹെഡിലാവൂല നമ്മൾ ഒപ്പിട്ട് കൊടുക്കാം. അങ്ങനെയെങ്കിൽ ബാപ്പുട്ടി സ്വന്തമായിട്ട് വെള്ളക്കടലാസിൽ എഴുതി ബാപ്പുട്ടി എന്നെ കൊണ്ടും താങ്കളെ കൊണ്ടും എന്ത് ചെയ്യും, ഒപ്പിടിപ്പിക്കും. ബാപ്പുട്ടിയുടെ നേതൃത്വത്തിലായിരിക്കും. ഇതങ്ങനെയല്ലല്ലോ. ഇത് ഇവിടുത്തെ കോഴിച്ചന യൂണിറ്റിന്റെ കീഴിലാണ് എന്ത് ചെയ്യുന്നത്, ഈ പരിപാടി നടക്കുന്നത്. അപ്പോ ഈ കത്തിലെ വ്യക്തിപരമായി എന്നത് നമ്മൾ ഇരിക്കുന്ന ഈ സംഭാഷണത്തെ കുറിച്ചല്ല, ഈ സംവാദത്തെ കുറിച്ചല്ല. അദ്ദേഹം താങ്കളുടെ പരിപാടിയിൽ ചോദിച്ച ആ ചോദ്യം എന്താണ്, അത് അദ്ദേഹം വ്യക്തിപരമായിട്ട് ചോദിച്ചതാണ്. അതല്ലാതെ ഇവിടെ കോഴിച്ചന യൂണിറ്റിലെ മീറ്റിംഗ് കൂടി ഫൈസൽ മുസ്ലിയാരോട് ഞാൻ ഇങ്ങനെ ചോദിക്കട്ടെ എന്ന് തീരുമാനിച്ചിട്ടല്ല ചോദിച്ചിട്ടുള്ളത്. അതാണ് വ്യക്തിപരമായിട്ടുള്ള തർക്കിക്കേണ്ടതില്ല. താങ്കളും അംഗീകരിക്കുന്ന സംഗതി തന്നെയാണ്. ഏതായാലും അതിന് ആവശ്യമായ താങ്കൾ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സംവാദത്തിന് തടസ്സമാകുന്ന കൂടെ ആളുകളാവില്ല എൻ്റെ കൂടെയുള്ള
2 പേർ. അതിലുള്ള വാചകം എന്താണ് എങ്കിൽ മധ്യസ്ഥന്മാർക്ക് വിട്ടുകൊടുക്കാം. അവർ അതെന്ത് ചെയ്തോട്ടെ, ആവശ്യമുള്ളത് ചേർത്തുകൊള്ളട്ടെ. അങ്ങനെ എഴുതിയാൽ പോലെ ആവശ്യമെങ്കിൽ 2 സഹായികളെ കൂടെ കൂട്ടാവുന്നതാണ് എന്ന് എഴുതിയാൽ പോലെ. ഒരാൾ കൂട്ടണമെങ്കിൽ കൂട്ടണ്ട, അത്രേ ഉള്ളൂ. ഇനി ഒരാൾ മതിയെങ്കിലോ മതി. അവര് സംസാരിക്കാനോ ഇടപെടാനോ പാടില്ല, പ്രത്യേകം രേഖപ്പെടുത്താം. അതെ അതെ. അപ്പൊ സംസാരം പൂർണ്ണമായും ഫൈസൽ മുസ്ലിയാരും നാസർ സുല്ലമിയും തമ്മിലായിരിക്കും എന്ന് പറഞ്ഞു. സാധാരണ ഏതൊരു വാദപ്രതിവാദത്തിനും വിഷയാവതരണം 20 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ്, അതാണ് ഒരു വിഷയം. നമുക്ക് തോന്നെടുക്കണേന്നായിട്ടല്ല ഇത്. ആ ആ ചോദ്യോത്തരത്തിൽ എനിക്ക് തോന്നുന്നത് ആദ്യം അല്ല ആദ്യം ടോട്ടൽ എത്ര ചോദ്യമാണ്? എണ്ണം പറയണ്ട, അല്ല അങ്ങനെയല്ല, അത് വേണം, എണ്ണം വേണം. അതല്ലാതെ എണ്ണം വേണം. അതായത് ഇത്ര ഇല്ല ഒരു മിനിറ്റ്. ഇതിപ്പോ എന്താ അറിയോ, ഇതിപ്പോ ഇങ്ങനെ പാചര വരെ കൊണ്ടുപോകേണ്ട ഒരു ആവശ്യം അത് പറ്റൂല. ഹക്ക് ബോധ്യപ്പെടാൻ നമ്മളെ അത്രയൊന്നും സമയം വേണ്ട. നമ്മളൊരു മൊത്തം സമയം വെച്ച് കഴിഞ്ഞാല് അതിനുള്ളിൽ എത്ര ചോദ്യം ഒതുങ്ങും നോക്കണല്ലോ. നമ്മൾ ചോദ്യത്തിന് എത്ര മിനിറ്റ്, എത്ര മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ളിൽ നിന്നുകൊണ്ട് എത്ര ചോദിക്കാൻ കഴിയും നോക്കണ്ടേ? കുഴപ്പമില്ല, അങ്ങനെയാവാം. തിരിച്ചു നമ്മളിപ്പോ ഈ വിശകലനം കഴിയുമ്പോ 11 മണിയായി. അരമണിക്കൂർ വീതം അവതരിപ്പിക്കുമ്പോ തന്നെ 1 മണിക്കൂറായല്ലോ. അല്ല 1 മണിക്കൂർ അതിൽ എന്ത് ചെയ്യണം, ഒരു 5 മിനിറ്റ് എക്സ്ട്രാ കൂട്ടണം. അതെ, 11-11:15 ഇതെന്നാലും സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ അതിൽ ചെറിയൊരു ഇതുള്ളത്, പറ്റുമെങ്കിൽ നമ്മൾ 2 കൂട്ടരും അവതരിപ്പിച്ചു. ഒരാൾ അവതരിപ്പിച്ചു, ശേഷം അടുത്ത ആള് അരമണിക്കൂറും അവതരിപ്പിച്ചു. അത് അവതരണം ഒന്നിച്ചായിക്കോട്ടെ. അപ്പോഴേ നമ്മൾ ഈ വാദങ്ങളുടെ ഗണനം വരുള്ളൂ. മറ്റെന്തറിയോ, നമ്മൾ ചോദിക്കുമ്പോ സ്വാഭാവികം നമ്മൾ പല രൂപത്തിലും ചെയ്യാറുണ്ട്. നമ്മൾ അവതരണം ഒന്നിച്ചാവട്ടെ. ആദ്യം ഒരാള് അത് കഴിഞ്ഞിട്ട് അടുത്ത ആൾ അവതരിപ്പിക്കാം. എന്നാൽ 2 വാദം കേട്ടല്ലോ. എന്നാ പിന്നെ ചോദ്യം ആ 2 വാദത്തിൽ ഊന്നിയത് കൊണ്ട് ചോദിക്കാൻ കഴിയും. എങ്ങനെയായാലും എനിക്ക് വിരോധമല്ല. അതെ 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 ആയിക്കോട്ടെ. എനിക്ക് അവതരിപ്പിക്കാനില്ല പറഞ്ഞാൽ മതിയല്ലോ. അത് അഥവാ തലേന്ന് തോന്നിയാലും നമുക്ക് ആ സംവാദം വേണ്ടാക്കാലോ. അല്ല അതിലിപ്പോ നാണേജി പറഞ്ഞതുപോലെ നേരത്തെ നിങ്ങൾക്ക് വല്ല വിയോജിപ്പുണ്ടോ? ആയിക്കോട്ടെ, ശരി, അങ്ങനെ നല്ലത് മറ്റതാണ്. അല്ല അതിലുള്ളൊരു ഗുണം ഞാൻ കാണുന്നത്, എന്നെ സംബന്ധിച്ച് 2 എനിക്ക് വിയോജിപ്പില്ല. അതിലൊരു ഗുണം ഞാൻ കാണുന്നത്, ഇപ്പോ ഇത് കേൾക്കുന്ന ശ്രോതാക്കൾക്ക് ഒരു വിഷയം അവതരിപ്പിച്ചു, ആ അവതരിപ്പിച്ച വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യം, അതിന് ഉത്തരം, അത് നടക്കുമ്പോൾ ശ്രോതാക്കൾക്ക് എന്താവും ആ സംഗതി. അതിൽ മറ്റൊന്നും കൂടെ ഉണ്ട്. മാത്രമല്ല മറ്റൊന്നുള്ളത്, ഒരു ഭാഗം അവതരിപ്പിച്ചു, സ്വാഭാവികമായും മറുകക്ഷിക്ക് അതിൽ ഗണ്ണിക്കേണ്ട പോയിന്റുകൾ ഉണ്ടാവും. അതേപോലെ തന്റെ അവതരണത്തിൽ വരേണ്ടതുണ്ടാവും. ഈ അവതരണത്തിൽ തന്നെ കുറിച്ച് ഒരു പക്ഷേ ഉണ്ടായ തെറ്റിദ്ധാരണയുണ്ടായ അവതരണങ്ങൾ ഉണ്ടാവും. അങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായും അതിന് ഗണനം അപ്പത്തന്നെ കഴിഞ്ഞാൽ 2 വാദം കൃത്യമായി അവിടെ ബോധ്യപ്പെട്ടു. പിന്നെ ബാക്കി മുഴുവൻ സമയം നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യോത്തരമാക്കി മാറ്റാം. അതാണ് കൂടുതൽ നല്ലത്. ഇതിന് എതിരുണ്ടായിട്ടല്ല. ഒരു വിഷയം ഒരാൾ അവതരിപ്പിച്ച് 2 കൂടി ആദ്യം അവതരിപ്പിക്കാൻ എന്തായാലും പറ്റൂല. ഒരേ സമയത്തല്ലല്ലോ അവതരണം. 10 മണിക്ക് ഒരാൾ അവതരിപ്പിക്കുന്നു, 10:30 വരെ. 10:30 അവതരിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ 11 മണിക്ക് വരുമ്പോൾ അതിന്റെ ഗണനാണ് വരുന്നത്. ശരിക്കും വരണ്ട 10:30 മണിക്ക് വരെ അവതരിപ്പിച്ചതിലും ചോദിക്കുക, എന്നിട്ട് 2ാമത് അവതരിപ്പിക്കുക. കാരണം വിഷയം തന്നെ മാറും ആ സമയത്തേക്ക്. ഇതിന്റെ ചോദ്യങ്ങൾ അതിന് തന്നെ വന്നുകൊണ്ടേയിരിക്കും. മറ്റിപ്പോ എന്താന്ന് വെച്ചാൽ 10:30 മണി വരെ അവതരിപ്പിച്ചതിൽ നിന്ന് 11 മണി വരെ 2ാമത് ഗണനങ്ങളാണ് വരിക.
സ്വാഭാവികമായിട്ടും ഉണ്ടായിടത്തോളം ഉണ്ടായതാണ്, നമുക്കൊക്കെ അറിയാവുന്നതാണ്. പിന്നെന്താ, പിന്നെ ആ ചോദ്യത്തിനോ മറ്റേനോ അല്ല പ്രസക്തി വരുന്നത്. ഇവിടെ ചോദ്യത്തിനും മറുപടിക്കും പ്രസക്തി വരണമെങ്കിൽ എന്നുള്ളതൊക്കെ പറഞ്ഞെന്നുള്ളൂ. അതിപ്പോ ഇവിടെ തീരുമാനിക്കുന്നതിന് എതിരല്ല. നിങ്ങൾ എങ്ങനെ പറഞ്ഞാലും അതിന് ഏത് രീതിയിലാണോ നമ്മളിവിടെ തീരുമാനിക്കുന്നത് ആ തീരുമാനം ഉണ്ടായാൽ മതിയെന്നേ ഉള്ളൂ. അതൊരു കീഴ്വഴക്കം എന്നുള്ള നിലക്കല്ല. 10 മുതൽ 10:30 വരെ ഒരാൾ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നത്തെ 10:30 മുതൽ 11 മണി വരെ യഥാർത്ഥത്തിൽ അതിന്റെ ഗണനമായിരിക്കും ഉണ്ടാവുക. അല്ല, അങ്ങനെയാണ് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം, പിന്നെ ചോദ്യോത്തരത്തിന് തന്നെ പ്രസക്തി വരാൻ പോകാണ്. അതേ സമയത്തിൽ 10:30 മണി വരെ അവതരിപ്പിച്ച് അതിന് ചോദ്യം ചോദിക്കുകയും ഒരാൾ മറുപടി പറയുകയും ചെയ്താൽ 11 മണിക്കുള്ള മറ്റ് 2 മണിക്കൂർ ഒരു സെഷൻ വെച്ചിട്ട് അവതരിപ്പിച്ചാൽ അതിന് ചോദ്യം വീണ്ടും വരും. എങ്ങനെയായാലും ഇവിടെ വരും, വിരോധം. അല്ല, നമുക്കിത് ഈ വിഷയം ഇവർ രണ്ടാളും സംസ്ഥാനത്ത് ഒട്ടുക്കും വിശദീകരിച്ച് നടക്കുകയാണ്. അപ്പോൾ രണ്ടാള് വാദങ്ങൾ അവതരിപ്പിക്കുക, അതിനുശേഷം നമ്മളിപ്പോ 2 സെഷനാണല്ലോ, ഉച്ചവരെ ഒന്ന്, ഉച്ചയ്ക്ക് ശേഷം പിന്നെ തുറന്നു പോകുന്നു. വല്ല കാരണവശാൽ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം അഥവാ നടത്താൻ പറ്റാത്ത സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഒരു അവതരണം മാത്രമാണ് അവിടെ കേൾക്കുന്നത്, മറുവശം കേൾക്കാൻ അവസരമില്ല. അപ്പൊ 2 അവതരണം ആദ്യം നടക്കട്ടെ, എന്നിട്ട് ഇൻഷാ അല്ലാഹ് ചോദ്യങ്ങൾ ആകാം. സൗകര്യപ്പെട്ട് നോക്കാന്നല്ലോ. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് 11 മണിയിലെത്തി, അല്ലെങ്കിൽ 11:15 ഇനി നമ്മൾ എങ്ങനെയൊക്കെ കണ്ടക്ട് ചെയ്ത് പോകണം എന്നുള്ളതാണ്. ഒറ്റ ടൈമിൽ തന്നെ നിർത്തണം. അത് ഒന്നുകിൽ ചോദ്യവും ഉത്തരവും തുല്യ സമയം വെക്കുക, അത് ചോദിക്കാം, ഉത്തരം പറയാം, ഗണ്ണിക്കാം, ഇങ്ങോട്ട് പറയാം, ഒക്കെ ആവാം. അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ചോദ്യം, 10 മിനിറ്റ് ഉത്തരവോ, അല്ലെങ്കിൽ എങ്ങനെയാണോ സൗകര്യമെങ്കിൽ നമുക്ക് വെക്കാം. 10 മിനിറ്റ് ആയിക്കോട്ടെ, 10 മിനിറ്റ് വീടായിക്കോട്ടെ. ഒന്നുകിൽ 5 മിനിറ്റ് ചോദ്യം, 10 മിനിറ്റ് ഉത്തരം, അല്ലെങ്കിൽ 10 മിനിറ്റ് വീതം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംസാരം. അത് ചോദ്യം വരാം, ഉത്തരം വരാം, ഖണ്ഡനം വരാം, വാദം വരാം, എന്തും വരാം. അങ്ങനെയാണെങ്കിൽ വിശദീകരിക്കാം. അങ്ങനെ ആക്കുക, സുലൈമി പറഞ്ഞ പോലെ ആക്കുക. 5 മിനിറ്റ് ചോദ്യം, ഒരു 10 മിനിറ്റ് ഉത്തരം. 10 മിനിറ്റ് വേണം, അല്ല 10 മിനിറ്റ് വേണം. ഒരു ന്യായമായ ആവശ്യമല്ലേ, സംഗതി പറയണ്ടേ? അല്ല, ഇതുണ്ടായിക്കോട്ടെ. നമുക്ക് വിഷയം വരാനാണ് ആവശ്യം, വിഷയം വരണം, അതിൽ ചർച്ച വരണം. അപ്പൊ നമ്മൾ എത്ര സമയം വരെ കൊണ്ടുപോകുന്നു ആദ്യം തീരുമാനിക്കണം, എന്നാലും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതെ, അല്ല 4 ചോദ്യത്തിന് 1 മണിക്കൂറായി, 4 ചോദ്യത്തിന് 1 മണിക്കൂറായി. 15 മിനിറ്റ്. അതെ, അല്ലല്ല, അതെ, മൊത്തം 4 ചോദ്യം, 4 ചോദ്യത്തിന് മണിക്കൂറായി. അപ്പൊ നമ്മളിപ്പോ 11:15 നമ്മൾ ചോദ്യത്തിന് തുടങ്ങും. ആയിക്കോട്ടെ, ശരി. ആദ്യം വിഷയം അവതരിപ്പിച്ച ആളിൽ നിന്ന് രണ്ടാമത്തെ ആൾ ചോദിക്കുക. അപ്പൊ 5 മിനിറ്റ് ചോദ്യം അല്ലേ, 10 മിനിറ്റ് 5 വീതം ചോദ്യങ്ങൾ. അപ്പോൾ 10 ചോദ്യം മൊത്തം വരും അല്ലേ, 15 മിനിറ്റ് വീതം, 150 മിനിറ്റ് വരും. 2.5 മണിക്കൂർ മൊത്തം ചോദ്യത്തിലുണ്ടാവും. അല്ല, പല ശൈലിയുണ്ട്. അതല്ല, നമ്മള് അല്ല സുനീറേ, നമ്മൾ ഇരിക്കുന്നതെല്ലാം മുജാഹിദീങ്ങളാണ്, കേൾക്കാനുള്ളതും മുജാഹിദീങ്ങളാണ്. നമ്മൾ അത്ര ബുദ്ധിയില്ലാത്തതൊന്നല്ലോ. അതെ, അപ്പൊ എഴുതി കഴിഞ്ഞു. 5 മിനിറ്റ് ചോദ്യം, 10 മിനിറ്റ് ഉത്തരം. ഓരോ വിഭാഗത്തിനും 5 വീതം ചോദ്യങ്ങൾ, 100 മിനിറ്റ്, 2.5 മണിക്കൂർ.
വേണം, കൺവെൻഷൻ ആയിക്കോട്ടെ, 10 മിനിറ്റ് വരെ ആയിക്കോട്ടെ, ഏതായാലും ഉത്തരം 10 അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു 9:30 തുടങ്ങുകയാണെങ്കിൽ നമുക്ക് 2 മണിക്ക് അവസാനിപ്പിക്കാം. 10 എന്നുള്ളത് 9:30 വെച്ചാൽ 2 മണിക്ക് നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റും. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഇവിടുത്തെ ഇരിക്കേണ്ട കാര്യം ചെല്ലും. കോഴിക്കോട് ആയിക്കോട്ടെ, ഓക്കെ, ശരി, അടുത്ത ഭാഗം ആയിക്കോട്ടെ. ഭക്ഷണം കഴിഞ്ഞിട്ട് പിന്നെ തുടങ്ങി. ഒരു 1:45 തുടങ്ങിയ തന്നെ 3 മണിക്ക് കഴിയും. രണ്ട് ഭാഗത്തും 30 മിനിറ്റ് വീതമാണ് 30 മിനിറ്റ് വീതമാണ് വിഷയം അവതരിപ്പിക്കുന്നത്. ആ 30 മിനിറ്റ് വിഷയത്തിൽ ആദ്യം ആരാണ് അവതരിപ്പിക്കുക എന്നുള്ളത് നറുക്കെടുപ്പിലൂടെ തീരുമാനം. അവസാനത്തെ 10 മിനിറ്റും അതേപോലെ തന്നെ നറുക്കെടുപ്പിലൂടെ തീരുമാനം. അപ്പൊ ആദ്യം അവതരിപ്പിക്കുന്നതിൽ നിന്നാണ് ചോദ്യം മറുവച്ചാണ് ചോദിക്കേണ്ടത്. മാർച്ച് 11 തിങ്കളാഴ്ച 10 മണിക്ക് സ്റ്റാർട്ടിങ്. പ്രമാണങ്ങൾ ഖുർആൻ, സഹിഹ ഹദീസ്, മറ്റ് സ്ഥലത്തനുസരിച്ചുള്ള വ്യാഖ്യാനങ്ങൾ. സ്ഥലം കോഴിച്ചന യൂണിറ്റ് അതനുസരിച്ചിട്ടായിരിക്കും വ്യാഖ്യാനം. സ്ഥലം കോഴിച്ചന. സഹായികൾ വെക്കുന്നതിന് വിരോധമില്ല, 2 ആളുകൾ. 30 മിനിറ്റ് വീതം വിഷയം അവതരിപ്പിക്കുക. 5 മിനിറ്റ് ചോദ്യം. അത് വേണമെങ്കിൽ അവസാനിക്കാൻ മതി. പിന്നെ 5 മിനിറ്റ് ചോദ്യം, 10 മിനിറ്റ് ഉത്തരം. ഓരോ വിഭാഗവും 5 ചോദ്യം വീതം, 5 ഉത്തരം. 10 ചോദ്യം, 10 ഉത്തരം. 5 മിനിറ്റ് കഴിഞ്ഞാൽ ഇന്റർവ്യൂവിന് വിജയം. ഇനി വേറെ കുറച്ച് അതിന് ബന്ധപ്പെട്ട അതില് ആദ്യം അവതരിപ്പിച്ച ആളോട് മറ്റൊരു ചോദിക്കും. ആദ്യം അവതരിപ്പിച്ച ആളോടാണ് ചോദിക്കുന്നത്. അതെ, അവലോകനം 10 മിനിറ്റ് വീതം. 30 മിനിറ്റ് അവസാനം. അതും നറുക്കെടുപ്പിലൂടെ തീരുമാനിക്കുന്നു. ഇനി ഓഡിയൻസ് അല്ല, എത്ര ആളുണ്ടാവും? അല്ല, അതായത് ഇവിടെ ഇപ്പൊ അതില് 2 ഭാഗമാക്കി തിരിക്കുന്നതിന് പകരം കോഴിച്ചണ യൂണിറ്റിലെ പ്രവർത്തകന്മാരായ എല്ലാവർക്കും ഇരിക്കാം. അത് ഏത് ഭാഗത്തായിക്കോട്ടെ. ഇതേപോലെ നടപ്പിക്കുന്ന പോലെ മാക്സിമം എണ്ണം വെക്കാം. മാക്സിമം എത്ര വെക്കാം, അത്ര ഉണ്ടാവുള്ളൂ ഒരു യൂണിറ്റിന്. ഇടപെടാൻ പാടില്ല. നമുക്ക് എഴുതിയേക്കാം. അതായത് ഓഡിയൻസ് ഒരു കാരണവശാലും സംവാദത്തിന്റെ ഒന്നിലും ഇടപെടാൻ പാടില്ല. അത് കോഴിച്ചക യൂണിറ്റിലെ KNM, ISM, MSM മെമ്പർഷിപ്പ് ഉള്ള പ്രവർത്തകന്മാർ അല്ലേ? ഇവിടുത്തെ KNM-ലോ ISM-ലോ MSM-ലോ മെമ്പർഷിപ്പ് ഉള്ളു. അതെ, അത് ഒന്നിച്ചിരിക്കുക. ഇപ്പൊ ഇരിക്കുന്ന പോലെ ഒന്നിച്ചിരിക്കുക. അതുകൊണ്ടാണ് അത് ഞങ്ങൾക്ക് വിട്ടതെന്ന് പറഞ്ഞത്. അത് യൂണിറ്റിന് വിട്ടില്ല. തീർച്ചയായിട്ടും നിങ്ങൾ ഭൗതിക സംരക്ഷണം ഏറ്റെടുക്കും. അതിന് വേണ്ടിയാണ്, അതിന്റെ ഭാഗമായിട്ടാണ്. അല്ല പറയാ, കാരണം അതിന്റെ ഭാഗം ആവശ്യമാണ്. കാരണം അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വിട്ടതെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് അത് നിങ്ങൾ യൂണിറ്റിന് വിട്ടില്ല. ആർഡിനൻസിന് യൂണിറ്റിന് വിട്ടില്ല.
ഇങ്ങനെ എഴുതാൻ മതിയല്ലോ. ഇങ്ങനെ എഴുതിയാൽ പോലെ കോഴിച്ചണ യൂണിറ്റിലെ KNM ISM MSM മെമ്പർഷിപ്പ് ഉള്ളത് ഒരു മാക്സിമം എണ്ണം വെച്ചാളി. ഞാൻ പറഞ്ഞ വ്യത്യാസം വെച്ചാല് ഇവിടെ പ്രവർത്തകരിടയിൽ തന്നെ അവർ സ്വയം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ട്. അവരപ്പോ ഒരു കാരണവശാലും കേൾക്കില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് നമുക്ക് കുട്ടിയെന്നല്ലേ അതൊക്കെ അങ്ങനെ തോന്നല്ലേ. ആയിക്കോട്ടെ, പരമാവധി 25 ആളുകൾ. കോഴിച്ചട യൂണിറ്റിലെ പ്രവർത്തകരായ മാക്സിമം 25 ആളുകൾ. പിന്നെ മധ്യസ്ഥന്മാർ ഏതായാലും ഉണ്ടായിക്കോട്ടെ. അതെ, ചെലവുകൾ കോഴിച്ചട യൂണിറ്റ് വഹിക്കാം. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വെക്കാം. അതിപ്പോ റെക്കോർഡിംഗ് ഉണ്ടല്ലോ, റെക്കോർഡിംഗ് ഒന്നുകിൽ കോഴിച്ചട യൂണിറ്റ് റെക്കോർഡ് ചെയ്യാം ഒറ്റത്, അല്ലെങ്കിൽ ഇതേപോലെ 2 സെപ്പറേറ്റ്. അതിന് ചെലവ് വേണമെങ്കിൽ സെപ്പറേറ്റ് വഹിക്കും ചെയ്തോട്ടെ. ആ, ആവശ്യമുള്ള റെക്കോർഡ് ചെയ്യാം, അവർക്ക് വഹിക്കും ചെയ്യാം. മറ്റ് ചെലവുകൾ കോഴിച്ചട യൂണിറ്റ് വഹിക്കാം. സുലമി നമ്മൾ ആ സംവാദം ലൈവായിട്ട് ബൈലക്സിൽ വിടണോ വേണ്ടേ? വിടാം, വിടാം. അതെ അതെ, അത് വിടാം. എല്ലാം ക്ലിയറായി ഇതിനു ശേഷം ഇൻഷാ അല്ലാഹ് ഒന്ന് വായിച്ചു കേൾപ്പിക്കും. കോഴിച്ചന ശാഖയിലെ പ്രവർത്തകന്മാർ അപ്പൊ ഇൻഷാ അല്ലാഹ് എല്ലാം തീരുമാനമായി. ഇനി അത് നന്നാക്കി എഴുതേണ്ട ഒരു പണി മാത്രമേ ബാക്കിയുള്ളൂ. അത് ഇൻഷാ അല്ലാഹ് നിസ്കാരത്തിന് ശേഷം അത് എഴുതി കൈമാറാം. ഏതായിരുന്നാലും അൽഹംദുലില്ലാഹ് നമ്മൾ 2 ആളുകളും 100% ദീനിയായ താല്പര്യത്തിൽ മാത്രമാണ് ഇതിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. എനിക്കോ നാസസുലമിക്കോ വിഷയത്തിൽ പ്രത്യേകിച്ച് ഒരു മറ്റു താല്പര്യങ്ങളൊന്നും ഇല്ല എന്ന കാര്യം തീർച്ചയാണ്. അതുകൊണ്ട് അല്ലാതെ ദീന് ഞങ്ങളിൽ ആര് മനസ്സിലാക്കിയെടുത്താണോ അപാകതയുള്ളതെങ്കിൽ 2 പേർക്കും അതിൽ അപാകത ഉണ്ടെങ്കിൽ തിരുത്താനുള്ള അവസരമായി നമുക്കിതിനെ കാണാം. അള്ളാഹു ആ നിലക്ക് ഒരു അവൻ്റെ ഹക്കിന് വേണ്ടിയുള്ള ദീനിന് വേണ്ടിയുള്ള ആത്മാർത്ഥമായ പരിശ്രമമാക്കി ഇതിനെ മാറ്റുമാറാവട്ടെ. അസ്സലാമു അലൈക്കും. തീർച്ചയായിട്ടും ഫൈസൽ മുസ്ലിയാർ പറഞ്ഞതുപോലെ നമ്മൾ സതുദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു സംവാദം എന്ന് പേരിട്ടാലും ഈ ഒരു ഇരുത്തവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തീരുമാനങ്ങളൊക്കെ തീർച്ചയായിട്ടും ഒരുപക്ഷെ ഈ അടുത്ത കാലത്തൊന്നും കേരളത്തിൽ മുസ്ലിം സംഘടനകൾക്കിടയിൽ ഒരു സംവാദ വ്യവസ്ഥക്ക് ഈ രീതിയിൽ സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു ഇരുത്തം ഉണ്ടായിട്ടുണ്ടാവില്ല. അത് വളരെ സന്തോഷപ്രദമാണ്. 2 കൂട്ടരുടെയും നിയ്യത്താണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം. അതുപോലെ തന്നെ ഈ സംവാദവും പൂർത്തീകരിക്കാനും പ്രമാണബന്ധമായി കാര്യങ്ങൾ മനസ്സിലാക്കി ഏത് ഭാഗത്താണോ ഹക്കിൻ്റെ ഭാഗത്ത് നിൽക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ വാക്കിലോ പ്രവൃത്തിയിലോ വല്ല അബദ്ധവും സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ പടച്ച തമ്പുരാൻ നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. സ്വർഗത്തിൽ അള്ളാഹു നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. വഅല്ലാഹു അഅലം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും.